ഹായ് ഗായ്സ്, വെൽക്കം ടു വൈ ദ ഹെൽ നോട്ട്. നമ്മളെ കൂടെ ഉള്ളത് ഷാനവാസ് എ.കെ. ഷുക്കൂർ അല്ലേ, അങ്ങനെ പറയാമല്ലോ അല്ലേ? അതല്ലാതെ പിന്നെ വച്ചാ നമ്മളെ എന്താണ് ഇപ്പോൾ എല്ലാവരും വൈറലാവണതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ 2007 തന്നെ കേരളം അല്ലെങ്കിൽ മലയാളികളുള്ളിടത്തൊക്കെ വൈറലായിട്ടുള്ള ഒരു സെലിബ്രിറ്റി തന്നെയാണ് ഷാനവാസ്. വെൽക്കം ടു വൈ ദ ഹെൽ നോട്ട്. താങ്ക് യു. എങ്ങനെ പോകുന്നുണ്ട് ലൈഫ്? എങ്ങനെ പോകണം? ലൈഫ് ഇങ്ങനെ സൈക്കിൾ ഇറക്കത്ത് പോകും പോലെ പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, സുഖമാണ്. ഭാര്യ, 2 മക്കള്, പിന്നെ നമ്മുടെ വെബ് സീരീസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പുതിയ എപ്പിസോഡ് ചെയ്യണം. ഇപ്പോൾ മിഞ്ഞാന്നാണ് നമ്മളെ ഷുക്കൂർ മുത്തിന്റെ 7ാമത്തെ എപ്പിസോഡ് ഇറങ്ങിയത്. തന്നെ ഇപ്പൊ വെബ് സീരീസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെബ് സീരീസാണ് നമ്മൾ ചെയ്തോണ്ട്. അതേ ക്യാരക്ടറാണ്. അത് 2007 ഷുക്കൂർ എന്ന സോങ് വന്നു. അതിനുശേഷം ഞങ്ങള് ഈ 2024 ഷുക്കൂർ 24-23 ലാസ്റ്റൊക്കെ ആയിട്ട് ഷുക്കൂറിന്റെ വെബ് സീരീസ് രൂപത്തിലേക്ക് മാറ്റി. നമ്മളൊരു ടാർജറ്റ്, ഒരുപാട് ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപാട് പ്ലാനുകൾ ഉണ്ടാവുമല്ലോ. അതേമാതിരി നമുക്കൊരു പ്ലാന് ഒരു വെബ് സീരീസ് ചെയ്യാമെന്ന് തോന്നി. കാരണം വെച്ചാൽ നമുക്ക് തിരിച്ചു വരവിന് ഏറ്റവും ബെറ്റർ ഷുക്കൂറാണ്. ഓപ്പണായിട്ട് പറയാമല്ലോ. അല്ലാത്തൊരു ക്യാരക്ടർ എടുത്ത് വന്നിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ സമത് പങ്കന്റെ കാറ്റ് കടൽ അതിരുകൾ പറഞ്ഞ പടത്തിൽ ഒരു സെൻട്രൽ ക്യാരക്ടർ ലെവലിൽ തന്നെ അത്രയും റേഞ്ചുള്ളൊരു ക്യാരക്ടർ ചെയ്ത്, പക്ഷെ അതുപോലും നമുക്ക് അത്ര ഒരു മൈലേജ് ഉണ്ടായിരുന്നില്ല. നമുക്ക് മൈലേജ് ഉണ്ടായി തരാൻ പറ്റുന്ന ഷുക്കൂർ സുന്ദരൻ എന്ന ക്യാരക്ടർ. ഷുക്കൂർ സുന്ദരൻ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അന്ന് ഇപ്പോൾ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വൈറലാവുന്നുണ്ടെങ്കിലും അന്ന് ശരിക്കും കേരളത്തിൽ ഫുള്ള് വൈറലായിട്ട് എല്ലാവരും കേട്ടിടന്നിരുന്ന സാധനം തന്നെയായിരുന്നു ഷുക്കൂർ സുന്ദരൻ. അതെന്ത് സംഭവം എന്ന് പറയാം, ഞാനത് പറയുമ്പോൾ തള്ളായിട്ട് തോന്നും. ഈ മലപ്പുറം ഒരു ഭാഷ ഉണ്ടല്ലോ, ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളൊരു സാധനം ചെയ്യുകയാണ്. ആ സാധനം ഒന്നല്ലെങ്കിൽ എയറിൽ ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് മാറ്റുന്നില്ല ലെവലിൽ തന്നെ ചെയ്തത്. ഇത് ഇന്നത്തെ എയറല്ല കേട്ടോ, അന്നത്തെ എയറേ. അന്നത്തെ എയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് അടിക്കണ എയറാണ്. ഇപ്പൊ എയർ കയറിയാൽ ഓ രക്ഷപ്പെടും, അന്ന് എയർ കയറിയാൽ രക്ഷപ്പെടല്ല ചെയ്യുക. അപ്പൊ 2007 നിങ്ങളെ ഷുക്കൂർ സുന്ദരനായിട്ട് വിജയിച്ചിട്ട് നിങ്ങള് ശരിക്കും പറഞ്ഞാല് ഇടങ്ങാറായിരുന്നോ? കുറച്ചൊക്കെ ഇടങ്ങാറായിട്ടുണ്ട്. ഫെയിം വരുമ്പോ അതിന്റെ സുഖം കിട്ടൂല. ആ ഫെയിമും എന്താ പറയാ, ഒരു നെഗറ്റീവ് ഫെയിം ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ ഇനിയിപ്പോ അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തവരെ കുറ്റം പറയില്ല, പക്ഷെ ആൾക്കാരിലേക്ക് ആ ക്യാരക്ടർ അവർ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു. പക്ഷെ അത് ഷുക്കൂർ എന്ന ഒരു വ്യക്തി ആ ഒരു കോമാളി ക്യാരക്ടറാണ് ചെയ്തു വെച്ചത്. ശരിക്കും ഒരു കോമാളിത്തരാണല്ലേ അല്ലേ? പക്ഷെ ആ കോമാളിത്തരം നമ്മളെ ലൈഫുമായിട്ട്, അതായത് ഷാനവാസ് മാമ്പള്ളി എന്ന വ്യക്തിയാണ് അതിൽ നിന്ന് തെറ്റിദ്ധരിച്ചു പോയി. ശരിക്കും അതിൽ എനിക്ക് വിഗാണ് അതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. മുടിയും കാര്യമൊന്നുമില്ല. അന്നും ഇതുപോലെ മുടിയൊക്കെ കമ്മിയുള്ളൊരു ടൈം തന്നെയാണ്. പക്ഷെ അത് കാണുന്ന ആൾക്കാർക്ക് ഒറിജിനൽ ഫീൽ ചെയ്തു. പക്ഷെ ആ ഒരു ക്യാരക്ടറിലേക്ക് അത്രയും ഇറങ്ങിച്ചെന്ന് ചെയ്തുകൊണ്ടാണ് ആൾക്കാർ അതങ്ങനെ വിശ്വസിച്ചെടുത്തത്. പക്ഷെ ആ വിശ്വാസം നമ്മുടെ ലൈഫിൽ ചിലയിടത്തൊക്കെ ചില എന്താ പറയാ ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വന്നു. പിന്നീട് അങ്ങോട്ട് അങ്ങനെ ഒഴുകിപ്പോയി. പിന്നെ അതിന് ശേഷം ചെയ്താണ് മുജീബിനെ കണ്ടാൽ എന്നിട്ടൊരു സോങ്, മുജീബിനെ കണ്ടാൽ എന്തൊരു ചേല ഓ, അങ്ങനെ സാധനം. ആ സാധനം ആൾക്കാർ പിന്നീട് എന്താ പറയാ, അതും ഇത് തമ്മിൽ രണ്ടാളാന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ. അതും ഇതും ഞാൻ തന്നെ ചെയ്തത്. 2 ഹിറ്റാണ്. പക്ഷെ ഷുക്കൂറാണ് അന്നും ഇന്നും കത്തി നിന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ്. ശരിക്കും നിങ്ങളെ പ്രായത്തിലുള്ള ആൾക്കാരാണ് നമ്മളെ ശരിക്കും വളർത്തിയത് അന്ന്. ഇല്ലെങ്കിൽ ഇപ്പോഴും അവരാണ് ശരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ ഓരോ കാറ്റഗറി കാണാം. ഏജ്, അതുപോലെ ഫീമെയിലാണോ മെയിലാണോ എന്നൊക്കെ കാണാം, കിഡാണോ ഒക്കെ കാണാം. അതിൽ നിങ്ങളാ ഒരു ഏജ് ഉള്ള ആൾക്കാരാണ് കൂടുതലും ഇപ്പോഴും ഷുക്കൂറിന്റെ ഫോളോവേഴ്സും. ഷുക്കൂറിന്റെ ആ ഒരു കാറ്റഗറി സ്റ്റൈലി ഉപയോഗിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ പ്രായക്കാരാ. ശരിക്കും നിങ്ങളെ പേര് ഇപ്പൊ ഷാനവാസ് എന്നുള്ള പേരിനെ കാട്ടി കൂടുതൽ ഇപ്പോൾ നിങ്ങള് അറിയപ്പെടുന്ന ഷുക്കൂർ എന്നുള്ള ആ ഇതിലല്ല അറിയപ്പെടുന്നത്. അത് ഷുക്കൂർ സുന്ദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഷാനവാസ് മാമ്പള്ളി എന്ന് പറയുമ്പോൾ അതാരാ? അത് സംഭവം അതായത് ആ ഒരു പാട്ടിലൂടെ കിട്ടിയ ഒരു അഡ്രസ്സാണത്. ഇപ്പം ഞാൻ ചെയ്യുന്നതും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തുറന്ന് പറയുമ്പോൾ
ഇങ്ങനത്തെ ഒരു പരിപാടി ആകുമ്പോൾ നമ്മൾ തുറന്നു പറയാം. തുറന്നു പറച്ചിലാണല്ലോ ഇവിടെ ആവശ്യം. ഇത് ഈ ഒരു ഷുക്കൂർ എന്ന ഒരു ബ്രാൻഡ് നെയിമാണത്. ഷുക്കൂർ സുന്ദർ എന്നാണ് ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡിനെ ബിസിനസ് ചെയ്യാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഷുക്കൂർ വെബ് സീരീസ് ആക്കിയിട്ട് ഷുക്കൂറിനെ ഞാൻ തന്നെ വിറ്റ് ജീവിക്കാന്ന് പറയും. കുറെ കാലം ഒരുപാട് ആൾക്കാർ ഇന്നെ വിറ്റ് ജീവിച്ചു. അത് നമ്മളെ ഒരുപാട് പരിപാടി കുളിക്കും, ചെറിയ എന്തെങ്കിലും ചായ പൈസ തരും, എന്നിട്ട് അവർ ഒതുങ്ങും. അപ്പോൾ ഒതുക്കി വിടുക. അല്ലെ അതിന് നമുക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നത്തെ പരിപാടി നമുക്കില്ല. സാധാരണ ഒരു കൂലിപ്പണിക്ക് പോയാൽ കിട്ടുന്ന പൈസയും കൂടി അവർ വിളിച്ചാൽ തരുന്നില്ല. അപ്പൊ പിന്നെ നമുക്കും ഇത് മടുപ്പായി തുടങ്ങി. ഇപ്പോൾ അവർക്ക് നമ്മളെ വിറ്റ് നിന്നാൻ കിട്ടില്ല. നമ്മൾ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ, സ്വന്തമായ പ്രൊഡക്ഷൻ കമ്പനി, സ്വന്തമായിട്ട് നമ്മളെ ഒരു ഡയറക്ടർ, വൈഫിനെ ഡയറക്റ്റ് ചെയ്യുന്നത് സ്ക്രിപ്റ്റുകളാണ്. ഇത് തിരിച്ചു വരവിൻ്റെ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ, തിരിച്ചു വരുമ്പോൾ ആദ്യം ആലോചിച്ചത് എന്താ വെച്ചാൽ, ലൈഫിൽ ഇനി ഒരിക്കലും ഒരാൾക്കും നമ്മളെ ഇവിടെ ഈ എന്താ പറയുക വെബ് സീരീസ്, സിനിമാ രംഗത്തല്ല കേട്ടോ, ഈ സീരീസ് രംഗത്ത് നമ്മളെ പൊളിക്കാൻ കഴിയരുത്. കൊള്ളിവെപ്പും പാരവെപ്പും ഒരുപാട് അനുഭവിച്ചതിന്റെ പ്രതികാരം തന്നെയാണ് ഇപ്പൊ തീർത്തുകൊണ്ടിരിക്കുന്നത്. സത്യം പച്ചക്ക് പറയാന് അത്രക്ക് പണി കിട്ടിയിട്ടുണ്ടല്ലേ. നല്ല പണി തന്നെ. സുഹൃത്തുക്കളായ ഇപ്പൊ ഷജീർ മുഹമ്മദ് ആണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണത്. നിങ്ങളെ സുഹൃത്താണ്, പുള്ളി കാരണമാണ് ഞാൻ അവിടെ ഇരിക്കണത്. അപ്പോൾ അത് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതേമാതിരി മനൂപ് കൂളിമാട് ആണ് എൻ്റെ ക്യാമറ ചെയ്യണത്. മറ്റൊരു മനൂപ് പറഞ്ഞൊരു എഡിറ്റർ ഉണ്ട്. സുലൈഖ ഷാനവാസാണ് സ്റ്റോറിയും ഡയറക്ഷനും ചെയ്യുന്നത്. ഇവർ 4 പേരും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ പ്രൊജക്റ്റ് കാണില്ല. അതായത് കഴിഞ്ഞ ദിവസം റിലീസായ പ്രൊജക്റ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഔട്ടായത് റിലീസ് ചെയ്ത് കമൻറ്റും കാര്യങ്ങളും കോളുകളും വന്നിട്ട് ഇന്നലെയാണ് ഞാൻ പിന്നെ എപ്പിസോഡ് കാണുന്നത്. എനിക്ക് കാണണ്ട, എനിക്ക് കോൺഫിഡൻ്റ് ആണ്. അങ്ങനത്തെ ഒരു ടീമിനെ സെറ്റാക്കി എടുത്തുകൊണ്ട് വരുന്ന ഒരു വരവാണത്. ഇതിൽ പെട്ടെന്ന് ഞാനും പാര വെക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. കാരണം എനിക്ക് സ്വന്തം നിർമ്മാണ കമ്പനി ഉണ്ട്, സ്വന്തം ഡയറക്ടർ ഉണ്ട്, സ്വന്തം ടെക്നിക്കൽ വിഭാഗങ്ങളുണ്ട്. ഇതിൽ വിട്ടുപോകാത്ത ഭാര്യ മാത്രമാണ്. മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ വിട്ടുപോയി കഴിഞ്ഞാലും പ്രൊഡ്യൂസിങ് നിർമ്മാണ കമ്പനി ഇന്ത്യ കമ്പനിയാണ്. അടുത്ത പ്രൊജക്റ്റ് നമ്മൾ നിർമ്മിക്കുമ്പോൾ ഫണ്ട് ഉണ്ടെങ്കിൽ ആരും വരും, പേരുണ്ടെങ്കിൽ കൂടെ ആൾക്കാരുണ്ടാവും. ഈ ഒരു 2 വർഷം ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു കയറി വരാൻ വേണ്ടിയിട്ട്. സാമ്പത്തികമല്ല, വർക്ക് ചെയ്യാൻ ടീം ഇങ്ങനെ സെറ്റായി കിട്ടുന്നില്ല. അങ്ങനെ ഫസ്റ്റ് മുതലുള്ള ആൾക്കാരാണ് ഷജീർ, മനൂപ് കൂളിമാട് ക്യാമറ, മനൂപ് എഡിറ്റർ, ബാംഗ്ലൂരിലെ പയ്യൻ, പിന്നെ അതുപോലെ തന്നെ എൻ്റെ വൈഫും. ഈ ടീം ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഇതിൽ ആർട്ടിസ്റ്റുകൾ കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കയറി ഇറങ്ങിയും പോയിക്കൊണ്ടേയിരിക്കും. അത് ഒരു വെബ് സീരീസ് ആകുമ്പോൾ ഒരേ മുഖങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ബോറടി വരും. ആ ബോറടി മാറ്റാൻ പുതിയ കഥാപാത്രങ്ങളും പുതിയ ട്വിസ്റ്റുകളും കൊണ്ടുവന്നിങ്ങനെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഷുക്കൂർ കഥാപാത്രം അവിടെ നിലകൊള്ളുകയും ചെയ്യും. നമ്മളെ വെബ് സീരീസിൽ ഷുക്കൂറിനെ മാത്രം ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും പോവില്ല. ഷുക്കൂർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവ വികാസങ്ങളായിരിക്കും നമ്മുടെ വെബ് സീരീസ്. ഷുക്കൂറെ ആ അന്നത്തെ പാട്ടിലുള്ള അതേ ആളെന്നെയാണോ? അയാൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുള്ള കഥാപാത്രത്തിന് മാറ്റങ്ങൾ വരാനുള്ള സമയമായിട്ടില്ല. ഞങ്ങൾ 2007 തുടങ്ങി വെച്ച ഷുക്കൂറിന്റെ ആ ഒരു സ്വഭാവങ്ങളുള്ള ഒരു ഷുക്കൂർ തന്നെയാണ് പോകുന്നത്. പക്ഷെ അതൊരു പാട്ടിലൂടെ മിന്നി പറഞ്ഞു പോവുകയാണ്. ഇതൊരു വെബ് സീരീസ് ആകുമ്പോൾ ആ കഥാപാത്രത്തിന് ചില മാറ്റങ്ങൾ വരും, സ്വഭാവത്തിലും ആക്ഷനിലും മൂവ്മെന്റുകളിലും ഡെവലപ്മെന്റ് ചെയ്തിട്ട് തന്നെ പോവുക. ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ട്. അത് ക്ലൈമാക്സ് ഞങ്ങളടുത്തുണ്ട്. അത് എന്ന് ക്ലൈമാക്സ് ചെയ്യും ഞങ്ങൾ പറയില്ല. ഞങ്ങൾ എന്ന് രക്ഷപ്പെടുന്നു അന്ന് ഞങ്ങൾ ക്ലൈമാക്സ് ചെയ്യണു. അതുവരെ ഇത് പോയിക്കൊണ്ടിരിക്കും. ഇതൊന്നും നമ്മൾ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയില്ല. ഇത്തരം പരിപാടിയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പറ്റും. എന്താണ് ലക്ഷ്യം എന്ന് വെച്ചാൽ, ഷുക്കൂർ എന്ന സാധനം ഞങ്ങളെ ഈ ഷുക്കൂർ വിറ്റ് അങ്ങനെ തന്നെ പറയാം, വിറ്റ് ഞങ്ങൾ സ്റ്റാണായി എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അന്ന് ഇന്ത്യ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരും ഞാനും കൂടിയിട്ടൊരു തീരുമാനം എടുക്കും. നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാനായിട്ടുണ്ട് എന്ന് തീരുമാനിക്കുന്ന അന്ന് ഞങ്ങൾ മാറും. അതുവരെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പ്രൊഡക്ഷൻ കമ്പനിയുടെ തുടക്കത്തിലാണ് നിൽക്കുന്നത് അല്ലേ? തുടക്കം എന്ന് പറഞ്ഞാൽ 7 എപ്പിസോഡായില്ലേ. അപ്പോൾ ആ പ്രൊഡക്ഷൻ കമ്പനി വെബ് സീരീസ് നിർമ്മിച്ചുകൊണ്ടേ. അടിപൊളി. എന്നാൽ എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നത്, ഇപ്പോൾ അന്നത്തെ കാലത്ത് ഇപ്പോൾ 2007 നമ്മളൊക്കെ പറഞ്ഞാൽ എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് അല്ലെങ്കിൽ സ്കൂള്, ആ ടൈമിൽ നിങ്ങളെങ്ങനെ ഈ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇതിലേക്ക് എത്തിപ്പെട്ടത്? ഇങ്ങനൊരു സംഭവം ചെയ്യണം. അടിപൊളി ചോദ്യം. ഇതെന്താ വെച്ചാലേ, ഞാനൊരു 3ാം ക്ലാസ് പഠിക്കുമ്പോൾ, ഇത് ഭയങ്കര തള്ളായിട്ടും വീണ്ടും തോന്നും. 3ാം ക്ലാസ് പഠിക്കുമ്പോൾ ക്ലാസ്സിൽ അധ്യാപകൻ വന്നിട്ട് പറയണേ, ഒപ്പന, നാടകം, കോൽക്കളി, മോണാക്ട് ഒക്കെ താല്പര്യമുള്ള ഒരു പേര് തരാമെന്ന്. ഞാൻ
ഒപ്പനയും നാടകം ഇതൊക്കെ എനിക്ക് 3ാം ക്ലാസ്സിൽ നിന്ന് ആ ഒരു പ്രായത്തിൽ അറിയാം. ഈ മോണാക്ട് എന്താ എനിക്കറിയില്ല. ഞാൻ കജ്ജൊന്തിച്ചു, മോണാക്ടിൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ കജ്ജൊന്തിച്ചു. ഞാൻ മാത്രം ആ ക്ലാസ്സിൽ നിന്നുള്ളൂ. അങ്ങനെ ആ സ്കൂളിൽ നിന്ന് തന്നെ ഒരു 3-4 ആള് അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അന്നിച്ച് ഫസ്റ്റ് കിട്ടി. മോണാക്ട് എന്താന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഈ മോണാക്ട് എന്താന്നുള്ളത് പേര് കൊടുത്തതിന് ശേഷമാണ് ചോദിക്കണത്. ഇത് പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അന്ന് കരുതിയത്, ആ പ്രായത്തിൽ കരുതുന്നത് ഈ മോണാക്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിപ്പിക്കുന്നത് സാധനമാണ്. പിന്നീട് കുറച്ച് കാലഘട്ടം കടന്നു ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ മോണാക്ട് എന്ന് പറയുന്നത് ഒരു 5-6 എത്തിയപ്പോൾ മനസ്സിലാവുന്നത് ഈ മോണാക്ട് എന്ന് പറയുന്നത് ഏകാഭിനയത്തെയാണ്. മോണാക്ട് ഒറ്റക്ക് 2 കഥാപാത്രത്തെ ചെയ്യാന്നുള്ളതാണ്. 2 കഥാപാത്രത്തെ ചെയ്യാന്നില്ല. അപ്പോൾ ഈ 2 കഥാപാത്രത്തെ അല്ലെങ്കിൽ 3 കഥാപാത്രമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും. പിന്നീടാണ് നാടകം, സ്കൂൾ തലത്തിൽ നാടകം മോണാക്ട് സജീവമായത്. അങ്ങനെ അതിനുള്ള ത്വര വന്നുല്ലേ, ഭയങ്കര ആ ഒരു നമുക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താണെന്നറിയില്ല, നമ്മളിങ്ങനെ ഇതെന്താണ് ചെയ്യുക, എങ്ങനെ ചെയ്യുക, ആ കാലഘട്ടത്തിൽ എവിടെ സിനിമ നടക്കുക, എവിടേക്ക് എത്തിപ്പെടണമെന്നും ആരും കോണ്ടാക്ട് ചെയ്യണമെന്നും അറിയില്ല. അങ്ങനെ ഞാൻ ഈ സ്കൂളൊക്കെ സമയം ഒരു 8ാം ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മളൊക്കെ ഈ ഫാമിലി കുറച്ച് ഉണ്ട്, കൃഷിയും കാര്യങ്ങളൊക്കെ, ജ്യേഷ്ഠന്മാരൊക്കെ ഗൾഫില്ല. പക്ഷെ എന്നാലും കൂട്ടത്തിൽ ചെറിയനാകുമ്പോൾ ഡാഷിൽ കന്നുകൂട്ടുക എന്ന് പറയുമല്ലോ. അപ്പോൾ ആ കന്നുകൂട്ടിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളതായ ഒരു കൂലിപ്പണിക്ക് നമ്മൾ വട്ടച്ചെലവിനെ ഇറങ്ങി തുടങ്ങി. സ്കൂളൊക്കെ കട്ട് ചെയ്ത് ഞായറാഴ്ച ദിവസം, പിന്നെ ലീവ് ദിവസം, പിന്നെ കുറച്ചൊക്കെ കട്ട് ചെയ്ത് സ്കൂളിൽ ഞാൻ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത, പഠനത്തോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. എന്നാൽ എനിക്ക് നടനാവും വേണം. ഈ 2 ലക്ഷ്യത്തിൽ അങ്ങനെ പോകുന്ന ഈ 2 സാഹചര്യം, ഒന്ന് പഠിക്കാൻ മോശക്കാരനും അഭിനയിക്കാൻ ആഗ്രഹക്കാരനും. അങ്ങനെ പോകുന്ന സാഹചര്യത്താണ് ഈ സമത് മങ്കട എന്ന് പറയുന്ന, അതായത് എൻ്റെ അമ്മാവിൻ്റെ മോനാണ്. പുള്ളി ഒരു സിനിമ എടുക്കൊണ്ടെന്ന് ഞാൻ പത്രത്തിലൂടെ അറിയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് സാബു പറയും, അവന് മൊബൈൽ ഷോപ്പാണ്. അവനാണ് എനിക്ക് പത്രം കാണിച്ചത്. അങ്ങനെ ഞാൻ നേരെ ജ്യേഷ്ഠനെയും കൂട്ടി അവിടെ പോയി അവരുടെ അടുത്ത് സംസാരിച്ചു. സംസാരിച്ചപ്പോൾ അവരുടെ പടത്തിൽ എന്നോട് പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് എന്താ ചെയ്യാറ്. അങ്ങനെ ഞാൻ ആ പടത്തിൽ ഫസ്റ്റ് പോണ് ഓഫീസ് ബോയ് ആയിട്ടാണ്, പിന്നിൽ പ്രവർത്തിക്കാനാണ്. ഈ സാമ്പത്തിക ഇടപാടുകളിലെ ഫയലുകൾ, ആർട്ട്, കോസ്റ്റ്യൂം, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടി. അങ്ങനെയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ആൽബം ചെയ്തു. ആ ആൽബത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, 8 നില പൊട്ടി. പിന്നീട് അതിന് ശേഷമാണ് ഞങ്ങൾ ഈ സ്കൂൾ സുഹൃത്തുക്കളായിട്ടില്ല നമ്മൾ ആ ഷുക്കൂറിൻ്റെ ടീമായിട്ട് ഇങ്ങനെ അങ്ങാടിയിൽ നിന്ന് കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ ഷുക്കൂർ എന്ന ആ ഒരു സബ്ജക്റ്റിലേക്ക് പോകുന്നത്. ഡിസ്കഷൻ വന്ന് അതിലേക്ക് പോവുകയാണ്. ഇങ്ങനൊരു നല്ല ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണോ നിങ്ങള് അതിലേക്ക് എത്തി? നല്ല കോൾഡാ. ഞാനെന്താ വെച്ചാലേ ഈ അവസരങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാ. ആ ആഗ്രഹിച്ച സമയത്ത് നമുക്കിപ്പോൾ നമ്മളെ തേടി വരുന്ന ഓരോ കോളുകളും നമ്മൾ മിസ് ചെയ്യാതെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജലദോഷമാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും നമ്മളത് അറ്റൻഡ് ചെയ്യണം. കിട്ടിയ അവസരം ഞങ്ങൾ തന്നെ നിങ്ങളെ വെയിറ്റിംഗ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സജീർ എന്നോട് കുറെ ആയി പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് മുന്നേ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഫ്രെയിം അല്ലായിരുന്നു. അല്ല, സജീർ എന്നോട് പറഞ്ഞു ഈ ഫ്രെയിം വിളിക്കുന്നത്. ഞാൻ ഉച്ചക്ക് നല്ല കോൾഡായിട്ട് കിടപ്പാ. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പരിപാടി വെച്ചപ്പോൾ പനിയാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇങ്ങനെ പരിപാടി പ്ലാൻ ചെയ്ത് നമുക്ക് വേറെ ദിവസത്തേക്ക് മാറ്റില്ല. മാറ്റരുത്, ഞാൻ വരും. കാരണം അതിന് കാരണം എന്താ അറിയോ, ഞാൻ ഈ ഷുക്കൂർ ഒക്കെ വന്ന വഴി ഞാൻ പറയില്ലേ, അങ്ങനെ വന്നതാണ്. പിന്നെ സമുദ്രക്കാരൻ്റെ പടങ്ങൾ ചെയ്ത് ഇങ്ങനെ വന്നതാണ്. പിന്നീടാണ് ആൽബം മേഖലയിൽ വന്നത്. അപ്പോൾ ഈ ഷുക്കൂർ ചെയ്തതിന് ശേഷം ഞാൻ കുറേ കാലം ഔട്ടായി മീൻസ് ആണ് എൻ്റെ കൂടെ ഉള്ളവർക്ക് ഫോൺ കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മൊബൈൽ ഫോണുണ്ട്, എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അവർക്ക് കോളുകൾ വരുമ്പോൾ അവർ ഈ കോളുകൾ ഒരു മിനിറ്റ് കുറച്ചും കൂടി ബാക്കൊക്കെ പോകണം. അതിങ്ങോട്ട് ഇറങ്ങിയിട്ട് ഹിറ്റായതിനു ശേഷം എന്തായിരുന്നു നടന്നത് അതറിയണോ? ഹിറ്റായതിനു ശേഷം എന്താ പറയാ, അതൊരു ഹിറ്റായല്ലോ. അത് നിങ്ങൾ വിചാരിച്ചെടുത്തല്ലോ പോയത്, അത് കയ്യിന്ന് പോയ മാതിരിയാണല്ലോ പൊട്ടിയത്. അത് ഞാനൊക്കെ ഇങ്ങനെ കേരളം ഒട്ടാകെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളം ഒട്ടാകെ എന്നല്ല, മലയാളി എവിടെ ഉണ്ടോ അവിടെ എല്ലായിടത്തും എത്തി. ഈ സാധനം അങ്ങോട്ട് കയറി പൊട്ടിക്കുകയാണ്. പൊട്ടിന്നല്ല, ഒരു ലെക്കും ലെവലില്ലാത്ത പൊട്ടല പൊട്ടി. എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ, എങ്ങനെയാണ് എടുത്തത്? സത്യം പറഞ്ഞാല് ഈ ചുമക്കെ കട്ട് ചെയ്തോണ്ട് കേട്ടോ. ഇല്ല, അത് പ്രശ്നമില്ല, അത് ഇതല്ലേ. എന്താ വെച്ചാല് നമ്മള് എന്താ വെച്ചാൽ ഈ ഷുക്കൂർ കരുതി ഒരിക്കലും ഒരു റേഞ്ചിലല്ല മാറിയത്. ഷുക്കൂറിന്റെ കഥാപാത്രം അത്രത്തോളം ഹിറ്റാവുന്ന ഞാനോ എൻ്റെ കൂടെയുള്ളവരോ പ്രതീക്ഷിച്ചില്ല. പക്ഷെ സാഹചര്യം ചില സമയത്ത് വില്ലന്മാരാവെന്ന് പറഞ്ഞ പോലെ ഷുക്കൂർ വില്ലനായി മാറി.
ഒരു നെഗറ്റീവ് ക്യാരക്ടർ. ആ പാട്ടുകൾ ശ്രദ്ധിക്കുക, 5 മിനിറ്റും 38 സെക്കൻഡാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഒരു 1.5 മിനിറ്റ് തികച്ചു പോലും ഷുക്കൂറിൻ്റെ കഥാപാത്രം വന്നു പോണില്ല. പക്ഷെ ആ സബ്ജക്റ്റ് സംസാരിക്കുന്ന ഷുക്കൂറിനെ കുറിച്ചാണ്. നല്ല റേഞ്ചിൽ നല്ല ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ ആയിരിക്കും കയറി പോവാന്ന് പ്രതീക്ഷ. പക്ഷെ അവിടെ നമ്മൾ ഈ ശ്രീനിവാസൻ ചെയ്യുന്ന സിനിമകളിൽ ശ്രീനിവാസന്റെ ചില ക്യാരക്ടറുകൾ കണ്ടിട്ടുണ്ടാവും. അയാൾ ഇത് നല്ല സബ്ജക്റ്റ് ആയിരിക്കും. ഈ തേന്മാവും കമ്പത്തൊക്കെ അവർ എഴുതിയല്ലേ, അതിൽ അയാളുടെ അടുത്തൊരു ക്യാരക്ടർ ഉണ്ടല്ലേ, അവരുടെ ഒരുപാട് പടങ്ങളിൽ അയാളെ ഓരോ ക്യാരക്ടർ ലോക്കൽ ക്യാരക്ടറായിരുന്നു. പക്ഷെ ആ ക്യാരക്ടർ ക്യാച്ച് ചെയ്യപ്പെടും ജനങ്ങളുടെ ഇടയിൽ. ചിലപ്പോൾ ഷുക്കൂർ ക്യാച്ച് ചെയ്യപ്പെടാം, ഇല്ലെങ്കിൽ ഷുക്കൂർ ഒന്നും അല്ലാതായി പോവാം. ഞങ്ങളെ സംബന്ധിച്ച് ആ ക്യാരക്ടർ ചെയ്യാൻ അന്ന് സാമ്പത്തികം, ഒരു നല്ലൊരു നടനെ വിളിക്കാനുള്ള സാമ്പത്തികമൊന്നും ഇല്ല. അതൊക്കെ ഞാൻ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ആയി പോയി. പക്ഷെ ഇത് കയ്യിൽ നിന്ന് പോയി സാധനം. ഒരുപാട് കോളുകൾ, ഒരുപാട് പരിപാടികൾ, പ്രോഗ്രാമുകൾ കിട്ടണ്. നമ്മളിതൊക്കെ ഓടി നടന്ന് ചെയ്യുന്നത്. പിന്നെ സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒതുങ്ങി തുടങ്ങണേ. എനിക്കൊന്നും മനസ്സിലായില്ല ഇത് എന്താണെന്നില്ലേ. പക്ഷെ കൂടെ ഉള്ളവരെന്നെ നല്ല പാലം വലിച്ചിട്ടുണ്ട്, പക്ഷെ പുറത്തുള്ളവരും പാലം വലിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പം അടുത്ത് വരെ ഞാൻ അതിൻ്റെ വിഷയങ്ങൾ കേട്ടു. ഇപ്പം അടുത്ത് ഈ കഴിഞ്ഞ പെരുന്നാളിന് എന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ അയാളത്തെ നമ്പറില്ല പറഞ്ഞ് ഞാൻ അവോയ്ഡ് ചെയ്തു. ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇന്ന ആരും ഫോൺ നമ്പർ തപ്പി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നേരെ സോഷ്യൽ മീഡിയ കയറുക, അതിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറുക, നേരെ ചാറ്റ് ചെയ്യുക. ഷാനവാസ് മമ്പള്ളിയിലെ ഇൻസ്റ്റാഗ്രാം ID വന്നാൽ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. അതായത് അതിനുള്ള ആൾക്കാരും നമുക്ക് സെറ്റാണ്. ആ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അന്ന് ആ ഒരു സംവിധാനമല്ല, ഫോൺ കോളുകളിലായിരുന്നു. പക്ഷെ ആർക്കാണ് പേടി, ആര് എന്തിന് പേടിക്കണം എനിക്ക് മനസ്സിലാവണില്ല. ഞാനൊരു മനുഷ്യനല്ലേ, ഞാനൊരു സൈഡിൽ എൻ്റെ ആ കഴിവ് വല്ല പാട്ടോ ആൽബോ ചെയ്തിട്ട് ഞാനങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ. പക്ഷെ അതേ സെയിം ഫീൽഡിലുള്ളവർക്ക് എന്തിനു എന്നെ പേടിക്കേണ്ട ആവശ്യം? അവർക്ക് കഴിവുണ്ട്, അവർ ചെയ്യട്ടെ. പക്ഷെ അങ്ങനത്തെ ഒരു ഒതുക്കലിലേക്ക് ഇനി എന്നെ കിട്ടൂല. അങ്ങനെ ശരിക്കും പൊളിറ്റിക്സ് അത്ര ഡീപ്പായിട്ട് തന്നെ കളിക്കുന്നുണ്ടോ? നമ്മളെ ഈ ഹേമ കമ്മിറ്റി ഒക്കെ വന്ന മാതിരി ഒരു സുരേന്ദ്രൻ കമ്മിറ്റി വരികയാണെങ്കിലേ ഇതിൻ്റെ ഒക്കെ രഹസ്യങ്ങൾ പൊളി. അതേമാതിരി ഒരു മീഡിയ ആൽബം ഫീൽഡിലൊക്കെ ഒരു ഹേമ കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വരാണ്. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം ചിലപ്പോൾ എയറിലേക്കാരും ചിലപ്പോൾ വാൻ വിപത്ത് സംഭവിക്കും. ഞാനിതിന് പിന്നെ ആൻസർ ചെയ്യേണ്ടിയും വരും. ഞാൻ ആൻസർ ചെയ്യാൻ തയ്യാറാണ്. കാരണം വെച്ചാൽ ഇപ്പം സിനിമയിൽ ഹേമ കമ്മിറ്റി വന്ന് വൻ വിവാദങ്ങളാണ്. ഇതേമാതിരി എന്തുകൊണ്ട് സീരിയലിലോ ആൽബങ്ങളിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതും വിവാദമാവും. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് മേഖല, ഹോസ്പിറ്റൽ മേഖല, കൺസ്ട്രക്ഷൻ മേഖല, ഓഫീസ് മേഖലകൾ, പിന്നെ എന്തിന് കളക്ട്രേറ്റ് മേഖല, ഇതിനൊക്കെ വിവാദങ്ങൾ വരും. എന്തിനേറെ പറയും, നമ്മളെ മുഖ്യമന്ത്രിമാർക്ക് വരെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇതിനും വരും, ഈ ഫീൽഡിലും ഉണ്ടാവും, എല്ലാ ഫീൽഡിലും ഉണ്ടാവും. അപ്പോൾ അതില്ലാത്ത ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇല്ലയെന്ന് ഞാൻ മനസ്സിലാക്കണേ. അപ്പോൾ അതിൽ എന്താ വെച്ചാൽ പറയുമ്പോൾ നല്ല പേടിയുണ്ട്, പറഞ്ഞ് കൊണ്ട് വെക്കണമല്ലോ ഒരു സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനായിട്ടുള്ള പുരുഷനോ സ്ത്രീയോ 2 പേരുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും കുറേ കാലഘട്ടങ്ങളിൽ ജീവിച്ചു പോകുമ്പോൾ. അപ്പോൾ ചോദിക്കും നിൻ്റെ വീട്ടിലുണ്ടോയെന്ന് ആയിരിക്കും അടുത്ത കമൻറ്റ് വരിക. എൻ്റെ വീട്ടിലുണ്ടോയെന്നില്ല അല്ല ചോദ്യം. ഞാൻ പറഞ്ഞത് ഈ ഒരു ഹേമ കമ്മിറ്റി വന്ന മാതിരി ആൽബം ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള കമ്മിറ്റികളിലോ അന്വേഷിച്ച് ഇങ്ങനെ ഒതുക്കപ്പെടലുകളും അതുപോലുള്ള പല ചൂഷണങ്ങളും നടക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരാൾ വളർന്നു വരുമ്പോൾ മറ്റുള്ളവർക്ക് ഭീഷണിയാണ് തോന്നിക്കഴിഞ്ഞാൽ അവനെ ഒതുക്കും, 100% ഒതുക്കും. ഞാൻ പറയുന്നു 100% എൻ്റെ സൗണ്ട് എഞ്ചിനീയർ ഇവിടെ നമ്മളടുത്ത് അപ്പുറത്തിരിക്കുന്നുണ്ടല്ലോ ക്യാമറക്ക് പുറകിൽ, എൻ്റെ സൗണ്ട് എഞ്ചിനീയർ ഷജീർ മുഹമ്മദ് ആണെങ്കിൽ അവന് ഇന്ന ആളാന്ന് അവന്, അതായത് ഈ കുറച്ച് ആൾക്കാർക്ക് തിരിച്ചറിഞ്ഞാൽ നാളെ അവന് കോളുകൾ ചെല്ലും, 100% ഗ്യാരണ്ടിയാണ്. അവനെ കാണാൻ ഒന്നും വേണ്ട. സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ചാനലിൽ ഞങ്ങൾ മിഞ്ഞാന്നൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയ ഷജീർ മുഹമ്മദും CMS സ്റ്റുഡിയോവും മൊത്തം കാണാം. അവൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ, അവൻ്റെ ആൻസർ എന്തായാലും അവർക്കറിയാലോ. അവൻ്റെ അടുത്ത് ഞാൻ ചെല്ലാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ഈ 2 വർഷം കൊണ്ട് അവനറിയാം ഞാൻ ആരാണെന്നും എന്താണെന്നല്ലോ, അതിനുള്ള മറുപടി അവൻ കൊടുക്കും. പക്ഷെ ഇങ്ങളടുത്ത് ഞാൻ എന്നാ വരുന്നത്, നാളെ ഒരാൾ നിങ്ങൾക്ക് കോള് വരികയാണെങ്കിൽ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ എന്താ പറയാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന അതാ ഞാൻ പറഞ്ഞത്, എനിക്കൊരു ഇന്റർവ്യൂ വന്നാൽ പോലും ഞാൻ ഇപ്പോൾ ഇത് പറയാം, അതായത് ആ ചാനലിൻ്റെ പേര് പറഞ്ഞില്ല, എറണാകുളം ബേസ് ചെയ്തിട്ട് വലിയൊരു ചാനലാണ്, സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഫിലിം ആർട്ടിസ്റ്റുകളെ വരെ ചെയ്യുന്ന ചാനലാണ്. ആ ചാനലിൽ നിന്ന് കുറച്ച് ദിവസം മുന്നേ എനിക്ക് കോൾ വന്നിരുന്നു, ഷജീറിനെ അറിയാം. അപ്പം ഞാൻ ചില സാഹചര്യങ്ങളാൽ ഒരു 4 ദിവസം ഡേറ്റ് നീട്ടി പറഞ്ഞു, കാക്കു ഞാൻ ഇന്നേക്ക് വരാമെന്നൊക്കെ പറഞ്ഞു. അവരുടെ അടുത്ത് പറഞ്ഞു ഓക്കെ സെറ്റാക്കി വിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു.
പിന്നീട് അവരെ മെസ്സേജും കാര്യം കാണാനായിട്ട് ഞാൻ ജസ്റ്റ് അങ്ങോട്ട് മെസ്സേജ് ചെയ്തു. അപ്പം എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ ടീമിലുള്ളവർക്ക് ഒരു അഭിപ്രായം പോരാത്തത് കൊണ്ടാണ് നിങ്ങളൊന്ന് വിചാരിക്കരുത്. എൻ്റെ നമ്പർ എടുത്ത് ഷാഫി ചാപ്പൂസിനെ വിളിച്ചിട്ടാണ്. ഷാഫി ചാപ്പൂസ് കാരനാണ് ഞാൻ ഇപ്പോൾ ഈ ഉണർന്നിരിക്കാനുള്ള കാരണം, അതും പറയാലോ. അതിന് സജീറിൻ്റെ അടുത്ത് ഈ വിഷയം പറഞ്ഞതാ. പക്ഷെ അപ്പോൾ അതിനുശേഷം ഒരു ചാനലിൽ നിന്ന് വിളിച്ചാൽ അന്ന് എത്താൻ പറ്റുമോ ഞാൻ എത്തിയിരിക്കും. കാരണം വെച്ചാൽ പിറ്റേന്ന് ഇന്നെ വിളിച്ചിക്കണമെന്ന് പറഞ്ഞാൽ ആ ചാനലുകാരനെ വിളിച്ചിട്ട് പറയാണ് അവനൊക്കെ നിങ്ങൾ എന്തിനാ വിളിക്കണേ, എന്താവശ്യമാണെന്ന് ചോദിക്കും. ഓരോന്നുണ്ടാക്കട്ടെ ഷുക്കൂർ അല്ല സുന്ദരനെ ഷുക്കൂർ സുന്ദരൻ വൈറലാവുന്ന ഒരു സാധനം ഉണ്ടാക്കട്ടെ. ഇപ്പത്തെ ആൾക്കാർ വരെ ഇത്രയും ടെക്നോളജി ഇതൊക്കെ വന്നിട്ടും ഇപ്പൊ അങ്ങനെ ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇന്ന് പോലും ഷുക്കൂറിന്റെ മേലൊക്കെ ഒരു സാധനം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ആർക്കും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യട്ടെ. അത് ചെയ്യാൻ പറ്റൂല. ചില സാധനങ്ങൾ അങ്ങനെയാണ്. ടൈമും എല്ലാം സാഹചര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടാണ്. അത് ഈ ചില ആൾക്കാർ കമന്റ് കാണാം, അന്ന് ചെയ്ത സാധനം ഇന്ന് ചെയ്യുകയാണെങ്കിൽ വേറെ ലെവലായനെ. ഇന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു മണ്ണാങ്കട്ടിയാവൂല. കാരണം എന്താ വെച്ചാൽ ഇന്ന് ആ സാധനം ഏറ്റെടുക്കാൻ ആളെ കിട്ടൂല. അന്ന് ചെയ്തത് ആ സമയം, ആ ഒരു ലൈഫ് സ്റ്റൈല്, ആ ഒരു സെറ്റിക്ക് അത് സെറ്റാണ്. ഇന്നത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇനി അതിൻ്റെ മേലൊക്കെ സാധനം ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. എല്ലാ കാര്യം പറയാലോ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഡയറക്ടർമാർ കണ്ടിട്ട് ഷുക്കൂറിൻ്റെ മേലൊക്കെ സാധനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇന്നെ വിളിക്കാൻ നിൽക്കണേ ഒരു രക്ഷയില്ല, എന്നെ കൊണ്ട് കഴിയില്ല. ഓല് കഥാപാത്രങ്ങളോ സംഭവങ്ങളോ തരികയാണെങ്കിൽ നമ്മൾ ചെയ്യും. പക്ഷെ അത് മേലൊക്കെ എത്തുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അത് അന്നുണ്ടാക്കിയൊരു ഓളം എന്ന് പറഞ്ഞാൽ വേറെ ലെവല് പരിപാടി പാടി നടന്നിട്ടുണ്ട്. സത്യം പറയാലോ. ഈ 90s കിഡ് ഉണ്ടല്ലോ, അവർ എന്നെ രക്ഷപ്പെടുത്തി. പക്ഷെ ഞാൻ അനുഭവിച്ച അവിടെ വെച്ചാൽ പെണ്ണെട്ടാൻ പോയി കൊടുത്ത ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ കാര്യമാണ്. പെണ്ണെട്ടാൻ പോയി കൊടുത്തു ഒരാൾക്കും നമ്മൾ അംഗീകരിച്ച്, അതായത് ലൈഫിൽ കൂടെ നിൽക്കാൻ തയ്യാറില്ല. അതായത് ഒരാളിഷ്ടമാണ് നമുക്ക്. ഇപ്പോൾ ഈ ചില സാധനങ്ങളോടൊക്കെ ഇഷ്ടമുണ്ടാവും. പക്ഷെ അത് നമ്മൾ വീട്ടിൽ കൊണ്ടു നോക്കാൻ പറ്റില്ലല്ലോ. ഇന്ന പോലെയാണ് നമ്മളിഷ്ടമാണ്, കല്യാണം കഴിക്കാൻ ഒറ്റതിന് പറ്റില്ല. ഇന്നിപ്പോൾ എൻ്റെ ഒരു ചാനലിൽ ഞാൻ ഇങ്ങോട്ട് പോരുന്ന മുന്നേ ഞാനൊരു സിഗ്നേച്ചർ ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ ഒരു നമ്മളെ ഭാര്യ എന്ന് പറഞ്ഞ ഭാര്യയിലാണ് അത് കൂടെ പുളിക്കൽ സ്കൂളിൻ്റെ ബാക്കിലാണ് ഊരിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സാധനത്തിൻ്റെ അടിയിൽ വന്നിക്കണം പല്ല് കണ്ടാലറിയാം. ഞാൻ ആ എഴുതി വെച്ച ആളെ ID കയറി നോക്കി. ID കയറി വെക്കുമ്പോൾ അവളെ കാത് കണ്ടാൽ അറിയാമെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. ഒരാളെ രൂപത്തിലോ ഒരാളെ ഡ്രസ്സിങ്ങിലോ ഒരാളെ മൊത്തം ഒരു രൂപരേഖ നോക്കിയിട്ടോ അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. സത്യം. ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് ഈ പല്ലുമ്മ കറ നിർബന്ധ. ഞാൻ സേർട്ട് വലിക്കൊണ്ട് 100% തെറ്റാണ്. നാളെ ആരും വലിക്കണ്ട, അത് ആരും മോഡലായിട്ട് എടുക്കണം ചെയ്യണ്ട. ഞാൻ എൻ്റെ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ 4-ാമത്തെ ദിവസം വീണ്ടും വരും. പിന്നെ ഞാൻ നല്ല കാമുകം ക്യാരക്ടർ ഒന്നല്ലല്ലോ ചെയ്യുന്നത്. അങ്ങനത്തെ ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ മാറ്റും. നമുക്ക് ക്യാരക്ടറിന് എന്തെങ്കിലും നമ്മളെ ബോഡിയിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തും. ഞാൻ ഷുക്കൂർ കഴിഞ്ഞ് ഈ കാറ്റുകടൽ അതിരുകൾ പറഞ്ഞ സമതമംഗളുടെ പടം ചെയ്തു പറഞ്ഞില്ലേ, അതിൽ ഞാൻ 15-17 കിലോ വെയിറ്റ് കുറച്ചു. ആകെ അന്ന് ഞാൻ ഇപ്പോൾ ഈ കൊറോണയുടെ സമയത്താണ് ഞാൻ തടിച്ചത്. കൊറോണയുടെ ബാക്കിലാണ് ആ ഷൂട്ട്. ആ ഷൂട്ട് അന്ന് ഞാൻ 59 കിലോനുള്ളൂ. അതിന് ഞാൻ 17 കിലോ കുറച്ചുകൊണ്ട് ഞാൻ എത്ര ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യും. നമുക്ക് ക്യാരക്ടറിന് നമുക്ക് തോന്നണം ആ ക്യാരക്ടർ ചെയ്താൽ കാര്യമുണ്ട്, അപ്പോൾ അതിനെ നമ്മൾ കുറച്ച് ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് തോന്നി നമ്മൾ ചെയ്യും. ഞാനീ പറയണൊക്കെ അഹങ്കാരമായിട്ട് തോന്നുള്ളൂ. പക്ഷെ എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ. കാരണം വെച്ചാൽ ഷുക്കൂറായിട്ടല്ലല്ലോ ഞാൻ ജനിച്ചത്. ഞാൻ മലപ്പുറം ജില്ലയിലെ മങ്കട പഞ്ചായത്തിൽ കൂട്ടിൽ പ്രദേശത്ത് മാമ്പള്ളി രായിങ്കാക്കാൻ്റെയും പറച്ചിക്കോട്ടിൽ ഖദീജാൻ്റെയും മകനായിട്ടാണ് ജനിച്ചത്, 5ാമത്തെ മകനായിട്ട്. അതിന് ഒരു എന്താ പറയുക, അതിനൊരു സ്വഭാവമുണ്ട്, അങ്ങനെ പറയാം. അതിന് രൂപൻ്റെ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിൽ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഈ സ്വഭാവത്തിന് മാറ്റം കാണാൻ നിങ്ങൾ പോത്തൂട്ടണ്ടങ്ങൾ വരണം. അത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അവിടെ നടക്കണേ? അവിടെ അവിടെ എന്ന് പറഞ്ഞാൽ പോത്തൂട്ടാണ്. കാളൂട്ട് എന്നൊക്കെ പറയണേ. കാളകൂട്ട് ട്രഡീഷണൽ കേരള ടൈപ്പ് ആ സാധനം തന്നെ. നമ്മളെ കാർഷിക ഉത്സവം, അതായത് പോത്തുകൂട്ടും ഉണ്ട്, കാളകൂട്ട് മത്സരങ്ങളും രണ്ടും ഉണ്ട്. കാളകൂട്ടിൽ ഞാൻ കൂടുതൽ പങ്കെടുത്തിട്ടില്ല. നമുക്കൊരു ഒരു കാളക്കുട്ടിയാണ് 4-5 കണ്ട പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷെ പോത്തുകൂട്ടിൽ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഉള്ളതാ. എൻ്റെ വാപ്പാക്ക് കൃഷിയാണ്. ഈ വാപ്പാൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ കവുങ്ങ്, തെങ്ങ് കാര്യങ്ങളാണ്. അപ്പോൾ അതിന് എന്താ വെച്ചാൽ നല്ല പിന്നെ ജൈവ കൃഷി എന്നൊക്കെ പറയും. അതിന് ഇപ്പം നല്ല വളങ്ങൾ വേണം. അപ്പോൾ ഈ പുറത്തുനിന്ന് മേടിക്കുക, തമിഴ്നാട്ടിൽ നിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ മണ്ണും കല്ലൊക്കെ കൂടുതലാണ് വരിക. അപ്പോൾ ഇത് ഓൾറെഡി വാപ്പാക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ഈ
കന്ന് മൂരി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കൃഷിക്ക് ഉപയോഗിക്കുക, ഇതിൻ്റെ ചാണകം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തന്നെ വളർത്തി അതിൽ നിന്ന് ഞങ്ങളൊരു പോത്തുകുട്ടി കൊണ്ട് ആട്ടിയ ഭയങ്കര മണം ഓടി തകർക്കുക പോത്തുകുട്ടി. ഇത് 2 പോത്തുകൾ അങ്ങനെ കെട്ടിയിട്ട് അതിന്റെ ബാക്കിൽ ഒരാൾ നിന്നിട്ട് വാല് പിടിച്ചിട്ടുള്ള ആ പാച്ചിലാണോ? മരത്തം വന്നിട്ട് അതന്നെയല്ലേ സംഭവം? അതന്നെ സംഭവം. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഒരു പോത്തുകുട്ടിനെ കൊണ്ട് ജസ്റ്റ് ആട്ടി നോക്കുമ്പോ നല്ല ഓട്ടാ. അപ്പൊ പിന്നെ ഇങ്ങനെ വാപ്പ കുറച്ചാലൊക്കെ പൂട്ടി. പിന്നീട് വാപ്പാക്ക് പ്രായപ്പോ ഞാനാണ് പിന്നീട് ജ്യേഷ്ഠന്മാരൊക്കെ ഗൾഫാ. അപ്പൊ ഞാനാണ് പിന്നെ ഞാനത് ഏറ്റെടുത്ത് പറഞ്ഞാണ്ട് നമുക്ക് ആ ഇൻട്രസ്റ്റ് കൂടി ഞാൻ സ്വന്തമായിട്ട് പൂട്ട് തുടങ്ങി. അല്ല അങ്ങനെ പൂട്ടല്ല, കന്നുടമ ചന്തീന്ന് മേടിക്കും. അല്ലെങ്കിൽ അത്യാവശ്യം മണ്ടിന് ആർത്തേലും കണ്ടാല് ഈ വലിയ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല സാമ്പത്തിക ചെലവുണ്ട്. വലിയ ഒരു ലെവലിൽ മണ്ടും അപ്പോൾ ഒരു ചെറിയ പോത്തുകുട്ടി നമ്മൾ ചന്ത മേടിക്കുക 7,000 റുപ്യൻ്റെ 8,000 പോത്തുകുട്ടി അതൊരു കണ്ടത്തിൽ ഓടിക്കഴിഞ്ഞാൽ നമ്മളത് ചിലപ്പോൾ 50-നോ 55-നോ 35-നോ വാങ്ങിച്ചു. നമ്മൾ അത്യാവശ്യം മണ്ടുണ്ട് നമ്മൾ ആ കൂടുന്ന അന്ന് തന്നെ വാങ്ങിച്ചു ഓടിക്കണ്ട. നേരെ നമ്മളത് ഒരു 10 കണ്ടം പൂട്ടിയള്ളി അറിയും 2 എണ്ണം നഖം വെച്ചിട്ട് കയറിട്ട് ഓടിക്കണേ. മരം കെട്ടൂല, ഇങ്ങനെ ഓടിപ്പിക്കും. അല്ല അത് കാളക്കന്ന് പോത്തുങ്ങന്ന് സെന്റർ കയറിട്ടിട്ട് പിടിച്ചിട്ട് പുട്ടിയള്ളിക്ക് ഓടിക്കുക. ആ ഓട്ടം തുടങ്ങി ലെവലായി മരത്തുമ്മക്ക് ചവിട്ടാനൊക്കെ മരം വെക്കാനായി കഴിഞ്ഞാൽ മരം നിന്നിട്ട് നിങ്ങൾ പറഞ്ഞ മാതിരി 2 വാല പിടിച്ചിട്ട് മരത്തും വന്നിട്ട് തുളിക്കണ പരിപാടി. ഈ പരിപാടിക്ക് ആയി കഴിഞ്ഞാൽ നമ്മളത് വിൽക്കും. ലെവലില് വണ്ടി തുടങ്ങി നമ്മൾ വിൽക്കും. ഇതാണ് നമ്മളെ ഒരു പരിപാടി. അതൊരു ബിസിനസ് തന്നെയാണ്. ചിലപ്പോൾ ചന്തമെന്ന് പോയിട്ട് എടുക്കും, എന്നിട്ട് ആട്ടിയിട്ട് ലെവലിൽ കിട്ടിയ അപ്പം വെക്കും. ചിലപ്പോൾ 10 കൊണ്ടുമ്പോൾ 4 ശരിയാവും, 6 തള്ളും. അപ്പൊ ഈ 6 തള്ളുമ്പോൾ 6 ഒരു 2,000-3,000 വെച്ച് പോകും. നഷ്ടമാണ്. പക്ഷെ അത് ഒറ്റ ഒന്ന് ശരിയായി കഴിഞ്ഞാൽ 10,000 മാറി. ഇതാണ് അതിൻ്റെ ഒരു കളി. പിന്നെ അവിടെ നമ്മളെ സ്വഭാവം എന്ന് പറഞ്ഞാല് ഈ പോത്തൂട്ടിൽ എങ്ങനെയാ വെച്ചാൽ ഭയങ്കര ബന്ധങ്ങളായിരിക്കും എല്ലാവരും. പക്ഷെ കണ്ടത്തിൽ അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങണേ ഇപ്പം നിങ്ങൾ ഓപ്പോസിറ്റ് ആണെങ്കിലും കളിയിൽ നിങ്ങൾ ജയിക്കാൻ പറ്റും നോക്കുന്നത്, ഞാൻ ജയിക്കാൻ പറ്റും ഞാൻ നോക്കും. അവിടെ ഒരു ലോഗ്യം ഉണ്ടാവില്ല. ഇതന്നെയാണ് പോത്തൂട്ടിൽ നടക്കണത്. നിങ്ങളൊരു മില്ലി സെക്കൻഡ് ഇറക്കിയ നിങ്ങളിന്റെ അയൽവാസിയെ കാരം ഞാൻ 2 മില്ലി സെക്കൻഡ് ഇറക്കാൻ പറയും. 4 പൊന്ത നടട്ട് പൂട്ട പോയാൽ ഞാൻ സഹിച്ചോളാം. അവിടെ ഉസറുമേണ് കളി, ഉസറുമേണ് കളി. മലപ്പുറം ഭാഷ 4 പൊന്ത ഉണ്ടാവുക. 4 പൊന്തി നടടാ അറിയും. നടടാന്ന് പറഞ്ഞാല് ഒരു പൊന്തന്റെ ഈ 4 മൂലക്ക് ഓരോ സ്പ്രിങ്ങും ബോളേക്കാരും. ഈ സ്പ്രിങ്ങും ബോളിനും സെന്റർ ഇട്ട് ഓടുക എന്ന് പറയും. സെന്റർ ഇട്ട് പറഞ്ഞാൽ വലത്ത് ഭാഗത്ത് കൂടി ഒരു പോത്തും മരം പോണം, ഇടത്ത് ഭാഗത്ത് കൂടി ഒരു പോത്തും പൊന്തന്റെ ഇടത്ത് ഭാഗത്ത് ഫൗളല്ല. നേരെ മറിച്ച് ഇടത്ത് ഭാഗത്ത് കൂടി ഒരു പോത്തും അതിന്റെ ഒപ്പം ഈ മരപ്പുറത്ത് കൂടി പോയി വെച്ചാല് ഫൗളാണ്. അപ്പൊ 4 പൊന്തിയ നടടാൻ പറയും. 4 പൊന്ത നടട്ട ഏതെങ്കിലും ഒരു പൊന്തമ്മ ചിലപ്പോ മരം അടിച്ചും അല്ലെങ്കിൽ വെള്ളം അടിച്ചും കന്ന് കാലടിച്ചും ഒക്കെ പോവും. അതായത് ഭയങ്കര റിസ്ക് ആണ്, ഭയങ്കര റിസ്കാ. 4 മഴ ഫിനിഷ് ചെയ്യാൻ ചിലപ്പോ സാധ്യത. റിസ്ക് ഭയങ്കര റിസ്ക് ആണല്ലോ എടുക്കുന്നത്, ഹെവി റിസ്ക്. അതായത് നമ്മളെന്താ വെച്ചാൽ എങ്ങനെ പറയാ, എനിക്ക് മനസ്സിലാവും നിങ്ങൾ പറയുന്നത്. കാരണം വെച്ചാൽ ഒന്നിലാണെങ്കിൽ ഓക്കെ ടൈം അത്രയും ലാഭിക്കാലോ അല്ലേ. ഫുള്ള് കറങ്ങി വരണ്ടല്ലോ. സ്പോർട്സിന്റെ മില്ലി സെക്കൻഡ്, സ്പോർട്സ് വാച്ചിൽ മില്ലി സെക്കൻഡ് വ്യത്യാസം വരിക. അത് പോകണേ പോട്ടർ അറിയും. പക്ഷെ അധികം മരക്കാരോ 4 കൂടി പൊന്ത തയ്യാറാവില്ല. ഓലേറ്റ് പൂര കച്ചറക്കാരും. പക്ഷെ കണ്ടത്തിലെ ആ ഒരു കാര്യത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ. 4 പൊന്തം നടട്ടെ എനക്ക് പോയാലെന്താ 4 പണിക്കാരൻ പറയും ഒഴിഞ്ഞു പായാൻ പറയും, ഒഴിഞ്ഞോടിക്കാൻ പറയും. കാരണം വെച്ചാൽ കന്നുമ കണഞ്ഞാൽ കന്ന് വരമ്പരൂക്ക് പോയി കഴിഞ്ഞാൽ പൊന്ത 4 പുറത്ത് പൊന്ത 4 എടുത്തിട്ടാ പായ. വിട്ട് മണ്ടി കഴിഞ്ഞാൽ പൊന്ത 4 ഇറങ്ങിപ്പോയി. ഇതാണ് അതിന്റെ ഒരു ഗെയിം. അപ്പോൾ ഇവര് നേരടെ കൊണ്ടുപോയി വെക്കണോടത്തിന് മാറിണ്ട്. ആ പൊന്ത അവിടെയാണെങ്കിൽ ഇവിടെ വിടണം കന്നിനെ. ഒറ്റ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ആ കന്ന് അത്രയേറെ പോകും. ഇത് തള്ളാരെന്ന് പറഞ്ഞ ഒരാളുണ്ടാവും, ഭയങ്കര കണ്ണിങ് വേണം, ഭയങ്കര കണ്ണിങ്. അതായത് അവിടെ കന്ന് അവിടെ പൊന്ത മറിയണമെങ്കിൽ ഇവിടെ വിടണം, ഒരടി ബാക്കിൽ വിടണം, ചിലപ്പോൾ ഒരടി കയറ്റിട്ട് കൊണ്ടുവരും. ഒരാൾ കൂടെ വിടുന്ന ആളാണ് ഈ ഇപ്പൊ പറഞ്ഞ ആള്. 4 ആളും 4 മൂലൊക്കെ ഉണ്ടാവും പോത്തൂട്ടില്. ഈ പോത്തിന് കയറിടില്ല. ഈ മരം നഖം വെച്ചിട്ട് ഒരാളെ ഉണ്ടാവുള്ളൂ. ഇതിന്റെ 4 മൂലക്ക് ഓടാൻ 4 ആളുണ്ടാവും. അങ്ങനെയാണ് ഇത് കൊണ്ടുവരാ. അവിടെയാണ് ഉസറിലെ കളി കളിച്ചത്. അവിടെ മില്ലി സെക്കൻഡ് ചിലപ്പോൾ ഈ വാച്ചേരെ അടിച്ചുമ്പോ
3 വാച്ച് ഉണ്ടാവുക. അതിൽ ഒരാളിൽ ഡിഫറെന്റ് വന്നാൽ ബാക്കി 2 വാച്ച് ഈക്വൽ ആയിട്ട് കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷെ 3ലും ചിലപ്പോൾ ഡിഫറെന്റ് വരും. ചില മുതലാളിമാർക്ക് വേണ്ടി ചില വാച്ചുകൾ വാച്ചുകൾ ചിലപ്പോ ഇപ്പൊ പണ്ടത്തെ കാലത്താണ് ഈ വാച്ച് കൂടുതലില്ല ആൾക്കാരുടെ. ഇപ്പൊ ഈ ഗൾഫും കാര്യങ്ങളും ഒക്കെ വന്ന് സ്പോർട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ വാച്ച് എല്ലായിടത്തും ഉണ്ടാവും. ഒരു കണ്ടത്തിന്റെ ചുറ്റും 100 കണക്കിൽ വാച്ച് ഉണ്ടാവും. എല്ലാരും എടുക്കണ്ടാവും, എല്ലാവരുടെ കയ്യിലുണ്ടാവും. കന്നുടമക്കാരത്തും ഓന്റെ വാറ്റുകാരും കൂടുതൽ ആൾക്കാർ ഓരോരുത്തുണ്ടാവും, നാട്ടുകാരത്തുണ്ടാവും, എല്ലാവരും ടൈം അടിച്ചിട്ടുണ്ടാവും. ഈ ടൈമിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ പിന്നെ അവിടെ പൂരപ്പറമ്പിൽ അടിയക്കാരും. അവിടെ അടി കിട്ടുക എന്ന് പറഞ്ഞാല് ആർക്കും അടിയിട്ടും ആരും അടിച്ചും. അത്ര സ്പിരിറ്റാണ് ആ പരിപാടി. പിന്നെ അതൊക്കെ അങ്ങനെ ഒരു കഥയാണ്. അത് ലൈവിൽ ആസ്വദിച്ച് പോകണം. ഇതിപ്പോ ഞാൻ യൂട്യൂബിലും ടിവിയിലും നല്ല കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ മലപ്പുറത്ത് നടക്കുന്നുണ്ടല്ലേ? പിന്നെ മലപ്പുറത്ത് വളാഞ്ചേരി കണ്ടുണ്ട്, കരേക്കാട് കണ്ടുണ്ട്, പിന്നെ അങ്ങാടിപ്പുറത്ത് കണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് കംപ്ലൈന്റ് ആയിട്ട് കിടക്കും. പിന്നെ അങ്ങാടിപ്പുറത്ത് കുറച്ച് ഉള്ളിൽ പോയിട്ട് വലമ്പൂർ സീസൺ ഇല്ല. അത് റംസാനിൽ 1 മാസം നിർത്തി വെക്കും. പൂത്തൂട്ടുണ്ടാവില്ല. വെള്ളിയാഴ്ച ദിവസം പൂത്തൂട്ടുണ്ടാവില്ല, കാളവട്ടും ഉണ്ടാവില്ല. റംസാനിലെല്ലാം നിർത്തും. റംസാൻ കഴിഞ്ഞ് പെരുന്നാൾക്കാണ് തുടങ്ങും. പിന്നെ റംസാന്റെ തലേന്ന് വരെ പൂട്ടുകാരം. പിന്നെ ചൊവ്വാഴ്ച അധികം ഞായറാഴ്ച ദിവസങ്ങളിലെ കപ്പൂട്ട് മത്സരങ്ങൾ വരിക. ബാക്കി ദിവസമൊക്കെ ട്രെയിനിങ് പൂട്ടുകളാക്കാരം. ആ കന്നെടുത്ത് ഇത് 2 ജോഡി ഇങ്ങനെ പൂട്ടുക. പിന്നെ മറ്റേത് 2 എടുത്ത് ഇങ്ങോട്ട് പൂട്ടുക. ഏതാണ് സെറ്റ് ആവുക, ഏതാ ടൈം ഇറക്കുക എന്നുള്ളത് നോക്കിയിട്ട് ചിലപ്പോൾ ഇങ്ങളത്ത് നല്ല ഓടണമൊന്നും ഓടാത്ത ഒന്നേക്കാരം, ഇഞ്ചത്ത് നല്ല ഒന്നും ഓടാത്ത. അപ്പൊ ഇങ്ങളെ വലം പോത്തെടുത്തും ചേടം പോത്തുമ്പോൾ കൊളത്തും. എന്നിട്ട് നമ്മൾ ടീമായിട്ട് പൂട്ടും. അപ്പുറത്ത് വേറെ ടീം ഉണ്ടാവും. അവരെ തകർക്കാൻ വേണ്ടി ഇവിടുന്ന് ഒരു ടീം ഉണ്ടാക്കും. അപ്പൊ ഇതിനൊക്കെ നല്ല ട്രെയിനിങ് കൊടുക്കണ്ടേ? പിന്നെന്താ, നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങളെ നോക്കണേക്കാട്ടിലും പോത്തുകളെ നോക്കും. തമാശാറല്ല. വീട്ടിൽ നിങ്ങൾ പിന്നെ കോഴി മേടിക്കുമ്പോ ഏതാ മേടിക്കല്? ചിക്കന് കടയിൽ നിന്നല്ല. പൂത്തൊക്കെ നാടൻ കോഴി മാത്രമേ കൊടുക്കുള്ളൂ. തന്നെ? പൂത്തൾക്ക് കോഴി എടുക്കണ്ടോ? കോഴി, അരിഷ്ടം, മുതിര. സത്യോ? വല്ലാഹി എന്തിനാ ഞാൻ പറയണെന്ന് വെച്ചാലേ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ ഒരു പൂത്തിനെ വെക്കുന്ന പറഞ്ഞാല്. ഒരു പൂത്തിനെ 1 മാസം നിർത്തി പോവാൻ, ഒരു ജോഡി കന്നൊക്കെ നിർത്തി പോകാനും പൂട്ടും കാര്യങ്ങളൊക്കെ പാടായിട്ട് 50 റുപ്യ നമ്മള് പണിയെടുക്കാണെങ്കിൽ വരും. നേരെ ഒരു പണിക്കാരനെ വെക്കുകയാണെങ്കിൽ കന്നുകള കാര്യങ്ങൾക്ക് ഒരു പണിക്കാരനെ വെക്കുകയാണെങ്കിൽ ഓനൊരു 10-15 ശമ്പളം കൊടുക്കണ്ടേ? അതും കൂടും. നിങ്ങളിങ്ങനെ കൂട്ടിയാൽ മതി. ഒരു പൂത്തിന് 2 കിലോ മുതിര. ഞായറാഴ്ച തിങ്കളാഴ്ച വെള്ളിയാഴ്ച ലീവ് ഒന്നുമില്ല. പൂത്തിന് മുതിര കൊടുക്കണം, എല്ലാ ദിവസവും കൊടുക്കണം. പിന്നെ ഒരാഴ്ചയിലൊരു പൂട്ട്, ഒരാഴ്ചയിൽ ഒരു പൂട്ട് കഴിഞ്ഞ് വന്നാൽ അതിന് ഒരു കോഴി കൊടുക്കും. കോഴിയാണ്, വെറും കോഴിയല്ല. അതിൽ അയമോദകം, കരിഞ്ചീരകം, പുതിന, ചതപ്പ്, പിന്നെ എന്താണ് ഇഞ്ചിന്റെ പൊട്ട്, വെളുത്തുള്ളിന്റെ പൊട്ട് ഫുള്ള് ഇട്ടിട്ട് അടിപൊളി സാധനമായിട്ട് ഇവിടെ കുഴച്ച് കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ വരെ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മണം അങ്ങനെ എത്തും. ആ സാധനം ഇങ്ങനെ ഉരുളൊട്ടിട്ട് കൊടുക്കും. അതിൽ അരിഷ്ടം ഉണ്ടാവും. അതൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുക. ബലാരിഷ്ടം, കോടലാരിഷ്ടം, ഇങ്ങനെ ഫുള്ള് പരിപാടിയാ. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങള് ഇതെന്താ പരിപാടിയായിരുന്നു. അതിന്റെ വല്യപ്പ പണ്ട് കാളോട്ടിരുന്നു പറഞ്ഞിട്ട് വെല്ലിമ്മാന്റെ ഉപ്പ കാക്കാമാര് അവര് പൂട്ടിയിരുന്നു പറഞ്ഞിട്ട് വല്യമ്മ കഥ പറഞ്ഞേക്കാം. അതിന്റെ മൂരിയാള് എന്താ കാളക്കന്നും പോത്തും കന്നും ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് എരുതും കാളിയക്കാരും. ഇപ്പൊ മൂരിയും കാളിന്ന് അറിയും. അത് വേറെ സംഭവം. നഖവും കരിയും ഒരുപാട് പരിപാടി ഉണ്ട്. മറ്റേ രാജമാണിക്യത്തിന്റെ ടൈമില് നമ്മളെ മറ്റേ കല്ലാർ മുഹമ്മദ് അല്ലേ, മുഹമ്മദ് വല്ലപ്പുഴ, മൂപ്പരെ മറ്റേ AC ഇട്ടിട്ടുള്ള അന്നാണ് ശരിക്കും ഇതിനെ നമുക്കൊക്കെ ഇതെന്താ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിന് അങ്ങനത്തെ ഒരു VIP ട്രീറ്റ്മെന്റ് ആണല്ലോ അവർക്ക് നിൽക്കാൻ. നമ്മളൊക്കെ തോത്ത് നോർമലി തോത്താണ്. പക്ഷെ ഫാനും കാര്യങ്ങളും AC തോത്താണ്. കെല്ലാ മോമിന്റെ തോത്ത് എന്ന് പറഞ്ഞു ഫുൾ AC, ഫുൾ റൂം അടച്ചിട്ട് AC. ഒരു ഉണ്ണിയോ ഒന്നും ഉണ്ടാവില്ല അവരുടെ മേത്ത്. ഈ പൂട്ട് കഴിഞ്ഞു വന്ന ഈ പോത്തുകളെ ശരിക്കും കോയമ്പിട്ട് കുളിപ്പിക്കും. ഫുൾ കോയമ്പില് കുളിപ്പിച്ചിട്ട് ഫുള്ള് കുളിപ്പിക്കും. ഇത് ഞാൻ പുതിയൊരു മേഖലയിലേക്ക് കടക്കുന്നുണ്ടോ, ഞാൻ ഇങ്ങനെ പരിചരിക്കുന്നത് കേട്ടിട്ടില്ല. അതായത് ഇതിന് ഒരുപാട്, അതായത് അവരെ ഈ നമ്മളെ നഖം വെട്ടൂലേ, അതുപോലെ കാലിന്റെ കുളമ്പ് കറക്റ്റ് വെട്ടി കൊടുക്കും, കൊമ്പിന്റെ മിനുസപ്പെടുത്തി കൊടുക്കും, കൊമ്പിന്റെ തലപ്പെടുത്ത് കൊടുക്കും, ഒരു കണ്ണിന്റെ പ്ലക്ക് ചെയ്യുമല്ലോ പെണ്ണുങ്ങള്, അതിന് പകരം ഇവരെ കണ്ണിന്റെ രോമങ്ങൾ വെട്ടി ക്ലിയർ ചെയ്ത് കൊടുക്കും. എല്ലാം ഫുൾ ഫിനിഷിങ് ആക്കാരും. അതുപോലെ ഒരാള് വെറുതെ ഒരു കൊട്ടു പോലും കൊട്ടൂല. ആ പോത്തുകളൊക്കെ തൊള്ളിലേക്ക് ഇങ്ങനെ കൈ ഈ 2 വിരലിങ്ങനെ ഇട്ടെടുത്ത തൊള്ളാണ് പൊളിച്ചു തരും. നിങ്ങളൊരു പോത്തിനെ അതിശയപ്പെട്ടിട്ടോ. അല്ല, ഇതാണ് അതിന്റെ ഒരു നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സംഭവമായിരിക്കും. നമ്മളെ സംബന്ധിച്ച് വിഷയമല്ല, നമ്മള് നിത്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെ നാട്ടുകാരൊക്കെ കാണുമ്പോൾ ഇപ്പൊ ഇങ്ങനെ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇവർക്കൊന്നും അറിയില്ലെന്ന് കരുതും. അറിയാത്ത പുതിയ ജനറേഷനിൽ കുറെ ആൾക്കാർക്ക് അറിയില്ല. ഈ 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയില്ല ഒരു സ്പോർട്സ് ഐറ്റാണ് ഈ പോത്തൂട്ട് കാളൂട്ട്.
ഭയങ്കര ആവേശമാണ്. നിങ്ങൾ ഒരു 13.26 പൂട്ടി കിട്ടിക്കോളൂ, സെക്കൻഡാണ്. ആ 13.26 2.4 ഞാൻ പൂട്ടിയ കപ്പിച്ചാണ്. ആ സമയം എന്ന് പറയുന്നത് എത്ര അറിയോ? ആ സമയത്തിനാണ് കപ്പ് ഇങ്ങോട്ട് മാറിയ. ആ ട്രോഫികളെ കണ്ടെങ്കിൽ അന്തം വിടും. ഇത് നമ്മളെ ഒരു 12 അടി 10 അടി ഹൈറ്റിലെ ട്രോഫികളാ, ഹല്ലാക്കിന്റെ ട്രോഫികളെ കയറും. എന്നാ കാണാൻ വരാൻ പറ്റുക? ഞാൻ വിളിക്കാം, നിങ്ങളെ വിളിക്കാം. ഞാൻ വിളിക്കാം. അവിടെ നമുക്ക് എല്ലാ ഇന്നത്തെ പോത്തുകൂട്ടിലെ എല്ലാ പ്രമാണിമാരും നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ബന്ധം ഉണ്ടായി. അത് ആ ഒരു ഫീൽഡിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം കേട്ടോ. അവിടെ കോടീശ്വരന്മാരുണ്ടാവാം, പാവപ്പെട്ടവരുണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആരടുത്തും കയറിച്ചല്ല, ഇത് പാതിരാക്കും കയറിച്ചല്ല. ആ ഒരു ബന്ധമുണ്ട്. ഒരു പോത്തിന്റെ വില എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 25 ലക്ഷം 10 ലക്ഷം ഒക്കെ കയറും. അങ്ങനത്തെ ഒരു കന്ന് അല്ലെങ്കിൽ ഒരു ജോഡി കന്ന് ഞാൻ ഒറ്റ ഫോൺ കോളിൽ ഇന്നത്തെ പോത്തൂട്ടിൽ നിൽക്കുന്ന ആരോടും എനിക്കൊരു ജോഡി കന്ന് വേണം, ഞാൻ എത്രാം തീയതി ഡേറ്റിൽ പൈസ തരാന്ന് പറഞ്ഞാൽ തരാൻ പറ്റിയ ടീമിന്റെ ഉണ്ട്. അതൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പവർ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഒരു കുഗ്രാമത്തിൽ ജനിച്ച് ഒരു പെയിന്റും ബക്കറ്റ് തൂക്കിയാണെന്ന് ഞാനിന്ന് അവിടെ ചെന്നിട്ട് 25-30 ലക്ഷം റുപ്യേൻ്റെ ഒരു ജോഡി കന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ എടുത്തരാൻ ആളുണ്ട്. എൻ്റെ വാപ്പാൻ്റെ പ്രായം ഉണ്ട് അയാൾക്ക്. പക്ഷെ ഇന്നിൻ്റെ വെച്ചാൽ പോത്തുള്ള നല്ല സുഹൃത്ത് ആരാന്ന് വെച്ചാൽ കരക്കാട് അലിക്കാക്ക അറിയും. കരേക്കാട് അലിക്കാക്കയാണ്. ആളിട്ട് എനിക്ക് നല്ല ബന്ധാ. പിന്നെ പൂന്തോളം കുഞ്ഞാമാക്ക, ഇവരൊക്കെ എനിക്ക് ബന്ധാ. പിന്നെ പോത്തൂരില് ജബൽ ഗ്രൂപ്പ് ചിരട്ട മറന്ന ആസിസ് ഹാജി, സുര അങ്ങാടിപ്പുറം, അങ്ങനത്തെ ടീമായിരിക്കില്ല. അതൊക്കെ എന്റെ വാപ്പാര പ്രായമുള്ള ആൾക്കാർ. അവരായിട്ടൊക്കെ നമുക്ക് കമ്പനിയും ബന്ധങ്ങളും. കാരണം വെച്ചാൽ അത് പോത്തൂട്ടിലെ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ നമ്മളെ ഒരു ആംബിയറൊക്കെ എല്ലാവർക്കും അറിയാം. എന്താണ് അവന്റെ സ്വഭാവം, എന്താ അവന്റെ രീതി. ന്യായത്തിന്റെ വൈക്കായിരിക്കും. അത് ഇനിയിപ്പോ ഒരു കോടി വന്നാലും നമ്മളൊന്നും മാറൂല. ആ നിൽക്കണോടത്ത് നിൽക്കും. കിട്ടിയവന് കൊടുക്കും, കൊടുത്തവന് വാങ്ങിച്ചും. അതൊക്കെ തന്നെ പരിപാടി. അതൊക്കെ പോത്തൂട്ടില് അങ്ങനെയാണ്. അതിന്റെ ഒരു എല്ലാ സ്പോർട്സിനും അതിൻ്റെതായ കാര്യങ്ങളുണ്ടല്ലോ. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒരു സാധനം ഉണ്ടല്ലോ. ഫുട്ബോളിന്റെ ഒരു സ്പിരിറ്റ് നമ്മളത് കഴിഞ്ഞ സ്പോർട്സിന്റെ ഒരു അടുത്തൊരു മേഖലയാണ്. ഇപ്പൊ യൂത്ത് കടന്നു വരാത്തൊരു മേഖലയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല യൂത്ത് ഉണ്ട് കേട്ടോ. യൂത്ത് ഉണ്ടോ? വരുന്നുണ്ടോ? അത്യാവശ്യം നല്ല യൂത്തന്മാരുണ്ട്. അതായത് അത് അത്രയും പവർഫുൾ പരിപാടിയാണ്. അതിങ്ങനെ ലൈവില് പറയാൻ പറ്റില്ല. അതിങ്ങൾ വന്ന് കണ്ട് ആസ്വദിച്ചാൽ എനിക്ക് മനസ്സിലാവും. എനിക്കൊന്ന് ഞാൻ ഇതുവരെ ഞാൻ ഷജീറിനെ അക്ഷയിനൊക്കെ കുറെ വിളിച്ചതാ. അവരിതുവരെ വന്നിട്ടില്ല. അവർ വരാന്ന് പറയും, വരില്ല. നമ്മളെന്തായാലും പോവും. ഇപ്പൊ നമ്മളെ കയ്യിൽ കന്നില്ല, പക്ഷെ നമ്മളെ ഫ്രണ്ട്സിന്റെ കന്നുകളൊക്കെ ഉണ്ട്. നമ്മളെ കന്നുകളൊക്കെ ഓൾറെഡി നമ്മൾ സെയിലാക്കി ഇരിക്കുകയാണ്. ഇപ്പൊ ഇല്ലത് വേറെ സൈസ് 2 വന്നിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കപ്പൂട്ടിനെ ഒരു ദിവസം വിളിക്കാം കേട്ടോ. അത് നമുക്ക് സെറ്റാക്കാതെ നമ്മള് എന്തായാലും ആ ഒരു സാധനം വേറെ വൈബ് സംഭവ. അത് ചേറിന്റെ മണം എന്ന് പറയുന്ന വേറൊരു മണമല്ല. അതായത് അങ്ങനെ ഇറങ്ങണം അതിലേക്കല്ലേ. അത് ഏത് VIP അവിടെ വെള്ളത്തുണി എടുത്ത് വന്നാലും ചേറാം. അതുപോലെ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കല്ലാ മുഹമ്മദ് ഉണ്ടല്ലോ, അദ്ദേഹം വരുന്നൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ ഒരു ഗൾഫിന്റെ കള്ളിത്തുണി ഉണ്ടല്ലോ, ആ കള്ളിത്തുണി ഉണ്ടാവും, ടീഷർട്ട് ഉണ്ടാവും, ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ടാവും. പക്ഷെ കണ്ടത്തിൽ കള്ളിത്തുണി ആയിരിക്കും. കാരവാൻ ഉണ്ടാവും. നമ്മളെ നാട്ടുകാർ ഒക്കെ ശരിക്കും കാരവാൻ എന്ന് പറഞ്ഞ സിനിമയിൽ മാത്രമല്ലേ, പക്ഷെ ഇയാളെ കണ്ടത്തിന്റെ ഒക്കത്തുണ്ടാവും കാരവാൻ. അതാണ് രസം. പൊട്ടിച്ചെറിയാക്കൊരു കണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വേറെ ടീമിന് കൈമാറിയെന്ന് തോന്നുന്നു. നമ്മളടുത്ത് ഇവിടുന്ന് കുറഞ്ഞ ദൂരമുള്ളൂ ഈ വളാഞ്ചേരി ഭാഗത്ത് കണ്ടുണ്ട്. അതെങ്ങനെ വെച്ചാൽ പാടത്തിന്റെ സെന്ററിലാ. ഭയങ്കര വൈബാണ്. അതായത് ഒരു ദ്വീപിന്റെ ഒരു അന്തരീക്ഷമാണ്. പാടത്തിന്റെ നടുക്ക് തന്നെ കുറച്ച് എകർന്നിട്ട് പൂനേരി ഫൈസലാക്കാൻ്റെ കണ്ടാണ്. അയാളും ഇപ്പം അടുത്ത് മരിച്ചു. ആളെ കണ്ടാണ്. നമ്മളെ വീട്ടിലൊക്കെ ഇവരൊക്കെ വരലുണ്ട്. ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ വാപ്പ മരിച്ചിട്ട് രാത്രി 2 മണിക്കാണ് കരക്കാട് അലിക്കാക്ക എത്തിയത്. മരിച്ചത് ഒരു മഹരിബിന് ശേഷം. പക്ഷെ അറിഞ്ഞേക്കുന്ന ആൾക്കാരൊക്കെ വന്ന് അങ്ങനെ അത്രയും ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ. ഈ പോത്തൂട്ടിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് മന്ത്രിമാർ വരെ കണക്ഷനാണ്. കണക്ഷൻ മീൻസ് ഒന്നല്ല, ഇതൊക്കെ ഈ മന്ത്രിമാരാണെങ്കിൽ ഇവർക്കൊക്കെ ക്രേസില്ല. കാരണം കാർഷിക ഉത്സവമല്ലേ, അതായത് ഒരു നമ്മളെ അരി ഭക്ഷണം ഉണ്ടാക്കുന്ന നെല്ല് കൃഷി ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരു ഉത്സവമാണല്ലോ. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്തായാലും അറിയാം. ഇത്ര ലക്ഷങ്ങളെ പരിപാടികൾ, എത്ര വലിയ കാളൂട്ടും പോത്തൂട്ടും. ഒരു കന്ന് ഉടമ പോയി കഴിഞ്ഞാൽ ആ കന്നുമ്മ പണിയെടുക്കണ ഒരു 10 ആൾക്കാരെ കുടുംബം പുലരും. ആ കണ്ടത്തിന് ചുറ്റും ഏകദേശം ഒരു 100 കച്ചവടം ഉണ്ടാവും. ഇത് ഞാൻ തള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും വന്ന് നോക്കാം. ആ 100 കുടുംബം പുലരും.
അതിനപ്പുറത്ത് ആ നാട്ടിൽ ഏതെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജ് കിടക്കുന്ന കിഡ്നി പേഷ്യൻറ്റോ ക്യാൻസർ രോഗിയോ ആ രോഗിക്ക് അന്നത്തെ കളക്ഷൻ ആ ഗ്രൗണ്ടിൽ നിന്ന് പിരിയുക പല പൂട്ടിലും പല റേഞ്ച് ആയിരിക്കും. കാരണം വെച്ചാൽ പോത്തൂട്ടിന് വരുന്ന ആൾക്കാരെണ്ണത്തെ ഇവരൊക്കെ ഇടുക ഒരു ബക്കറ്റ് പിരിവ 10 റുപ്യ 20 റുപ്യാണ്. കന്നുടമകൾ അത്യാവശ്യം കൊടുക്കും, പണിക്കാർ 5000 10,000 പോലും കൊടുക്കും. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി രാവിലെ 5 മണിക്ക് തുടങ്ങണ 6 മണിക്ക് തുടങ്ങണ അല്ലെങ്കിൽ 7 മണിക്ക് പരിപാടി തുടങ്ങുക. ഒരു 6 മണി 5 മണിയോട് കണ്ടത്തിൽ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങും. ഈ പരിപാടിയിൽ നിന്ന് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴത്തേന് 1.5 ലക്ഷം റുപ്യ ആ നാട്ടിലെ പാവപ്പെട്ട രോഗിയോ അല്ലെങ്കിൽ വിധവയോ അല്ലെങ്കിൽ വീട് പണിക്കോ എന്തിനെങ്കിലും അവിടുത്തെ ക്ലബിൻ്റെ ഒരു 4-5 ഭാരവാഹികൾ അവിടെ വരിക. ഓല ബക്കറ്റ് എടുത്ത് ഇറങ്ങുമ്പോൾ ഈ മൈക്കിൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രോഗിക്ക് കിട്ടുന്ന ഒരു ഭയങ്കര ചാരിറ്റി പ്രവർത്തനം. ഇപ്പോൾ ഫ്രണ്ട്സ് പോത്തുകൂട്ട് പറഞ്ഞിട്ട് ഒരു പോത്തുകൂട്ടുണ്ട്. ഞാൻ മുമ്പ് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു, പിന്നീട് അവിടുന്ന് മാറിയതാണ്. എനിക്ക് എന്ന് വെച്ചാൽ എത്തിപ്പെടാത്തതുകൊണ്ട് എൻ്റെ ഇക്കുണ്ടായില് അവർ കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ ഈ കൊറോണ സമയം കഴിഞ്ഞുടനെ തുടങ്ങിയപ്പോൾ കൊടുത്ത് എത്രയോ ഒരു ഓക്സിജൻ സിലിണ്ടറുകളാണ്. അതിൽ എൻ്റെ നാട്ടിലേക്ക് പാലിയേറ്റീവ് ഉണ്ട് 2 സിലിണ്ടർ സിലിണ്ടർ. പിന്നെ ഇപ്പം അടുത്ത് കൊടുത്ത് വീൽ ചെയറാ, എത്രയോ വീൽ ചെയറുകൾ എൻ്റെ നാട്ടിലേക്ക്. ചാരിറ്റി പ്രവർത്തനങ്ങൾ വൻ ചാരിറ്റി പ്രവർത്തനം ഇവിടെ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന പിന്നെ ചാരിറ്റി പ്രവർത്തനം ഒന്നുമല്ല പോത്തൂട്ടില്. വൻകിട മണിക്കൂറുകൾ കൊണ്ട് ലക്ഷങ്ങൾ പിരിച്ചോടുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് പോത്തൂട്ടിൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ടീമിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് ആ ആളെ അതിന് റിമൂവ് ചെയ്തേക്കും. എന്നിട്ട് ബാക്കിയുള്ളവർ കോർഡിനേറ്റ് ചെയ്തിട്ട് ഓനുള്ള ഫണ്ട് കുറച്ചിന് കണ്ടെത്തും. അത് ഭയങ്കര ചാരിറ്റി പ്രവർത്തനമാണ്. അത് നമ്മൾ പറയാതെ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളൊക്കെ കൊടുക്കുന്നുണ്ടാവും, നമ്മളൊക്കെ പിടിക്കും, കൊടുക്കാത്തവനോട് ചോദിച്ചു മേടിക്കും. എടാ കാരണം വെച്ചാൽ ഒരു കണ്ടത്ത് പോയി വരുമ്പോൾ ഒരു 10-15 റുപ്യ ചിലവാ ഒരാഴ്ചയിൽ. അപ്പോൾ ഒരു 500 റുപ്യ എഴുതിക്കും പറയും. ആ ഒരു 500 എന്താ വെച്ചാൽ ആ ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ അസുഖബാധിതർക്കോ കിട്ടില്ലേ. ഇത് കോമ്പറ്റീഷന് എന്താണ് ടൈറ്റ് ആവില്ല? പുറത്തുനിന്നൊക്കെ ടീം വരലുണ്ടോ? നമ്മളെ മലബാർ ഏരിയയിലാണ് കാര്യമായിട്ട് ടീം ഉള്ളത്. ഇതിന്റെ ശരിക്കും ക്രൈസ് നടക്കുന്ന ഒന്ന് പാലക്കാടും പിന്നീട് മലപ്പുറം കോഴിക്കോട് 3 ജില്ലയിലാ. ഏറ്റവും വമ്പന്മാര് നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ തന്നെ പുലികള്. അതായത് ആരടാ വെച്ചാൽ ഞാനിടാന്ന് പറയാം. അതായത് ഈ ഏറ്റവും കൂടുതൽ പാലക്കാട്ടിൽ നിന്നൊക്കെ ഒരു കന്നെടുക്കുകയാണെങ്കിൽ 2 ലക്ഷം റുപ്യ 1.5 ലക്ഷം റുപ്യ മതി. ആ കന്നിനെ കൊടുന്ന് അത് നീളം പൂട്ടാ, ഡയറക്റ്റ് കൂടുക ചെയ്യുക. അതിനെ കൊടുന്ന് ഇവിടെ നിന്ന് റൗണ്ട് ആക്കും. റൗണ്ടിൽ പൂട്ടുന്ന ആൾക്കാർ ഇവിടെ. പക്ഷെ അവിടെ ഉള്ള കന്നിന്റെ 4 ഇരട്ടി വിലക്കാർ ഇവിടെ ഉള്ള കന്നിന്. മൊത്തത്തിൽ ഇവിടെ കൂടുതലാ. ഒരു പവർ പരിപാടിയാണ് അത്. അത് പുറത്തില്ല ഒരു ഓന് വളം കോരി അടക്കണം, ചേരണോ പോത്തിന് പുല്ലരിച്ചിടക്കണം. ഞാൻ യൂട്യൂബിന്റെ അടി കമന്റ് ആളുണ്ട്. ഓനെ എന്താ പണി ചോദിച്ചുമ്പോൾ ഓന് മങ്കടങ്ങാടിയിൽ പോത്താക്ക് പയ്യന് പുല്ലട്ടി അടക്കാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അതൊന്നും വിഷയമല്ല. എനിക്ക് എൻ്റെ മനസ്സിന്റെ തൃപ്തി ഉണ്ടല്ലോ, അതാണല്ലോ എനിക്ക് വലുത്. ഞാൻ രാവിലെ നീറ്റ് പുല്ലരിയാകുമ്പോൾ ഭയങ്കര ക്രൈസാ. ആ ഒരു പൊറാട്ടയും ചായയൊക്കെ അടിച്ച് പുല്ലരിയാൻ പോകും. പുല്ലരിഞ്ഞ് ഞാൻ അവിടെ ഒന്നിടും. പിന്നെ ഐറ്റങ്ങളെ കഴിച്ചിട്ട് കഴുകി വൈകുന്നേരം മുതിരയാണെങ്കിൽ മുതിര കാര്യമൊക്കെ കൊടുത്ത് ഇങ്ങനെ നമുക്കൊരു എൻജോയ് ചെയ്യണം. നമ്മളെ ഒരു കളി ഉണ്ടെങ്കിൽ നമ്മൾ നാളെ ഇപ്പോൾ ജിംഖാന തൃശ്ശൂരിൽ നമുക്ക് ലോക്കൽ നമ്മൾ സാധാരണ നാട്ടിൽ കളിക്കുന്ന ആൾക്കാർ നമുക്ക് ജിംഖാന തൃശ്ശൂരിലോ അല്ലെങ്കിൽ വേറൊരു ടീമിലോ കേരള ബ്ലാസ്റ്റേഴ്സിലോ കിട്ടും ഭയങ്കര അതിർപ്പാവില്ലേ. അതേമാതിരിയാണ് നമ്മളെ സംബന്ധിച്ച്. എന്നുവെച്ചാൽ പൂട്ട് നാളെ എന്ന് പറഞ്ഞാൽ ഒലക്കമ്മ കടന്ന അവസ്ഥയെക്കാരും ഉറക്കം കിട്ടൂല. കണ്ടത്തേക്ക് എത്തണം. കണ്ടത്തേക്ക് എത്തിയാൽ പുതിയ 50 റുപ്യേൻ്റെ പരിക്കം കൊണ്ട് മേടിച്ചാൽ കെട്ടുക. അപ്പുറത്ത് നമ്മളെ അറിയണ മുറുക്കലാർ എല്ലാവരും നമ്മൾ അറിയും. ഇങ്ങനെ കാട്ടുമ്പോഴത്തിന് ഈ ചില ആൾക്കാരുണ്ട് മറ്റേ കഞ്ചാവും കള്ളൊക്കെ കൊടുക്കണം. ഇങ്ങനെ ആട്ടുമ്പോൾ കാണുമ്പോഴത്തേന് കൊടുക്കണേ എന്നാ വരെ നമ്മളിങ്ങനെ ആട്ടി നമുക്കില്ലേ ഏതാ മുറുക്കല്ലത് വരെ ഓനറിയും. ആ മധുരം വേണോ അല്ലെങ്കിൽ ഓന് പവർ കൂട്ടണ്ട ആ ആൾക്കാരൊക്കെ ഓൽക്കറിയാം. ഓല് നമ്മൾ ചെല്ലുമ്പോൾ നോക്കുമ്പോൾ ആ സാധനം പൊയിഞ്ഞിട്ട് തരും. ആ എടുക്കുക തിന്നുക ഒക്കെ വൈകുന്നേരം ബില്ലടക്കുക. അതായത് എത്രയെന്ന് ചോദിക്കൂല അവിടെ. നമ്മൾ എത്രയെന്ന് ചോദിക്കൂല. നമുക്കറിയാം നമ്മൾ തിന്നിക്കണു ഒരു 10 പൊതി തിന്നിക്കണു. അപ്പോൾ നമ്മൾ 15 പൊതിൻ്റെ പൈസ കൊടുക്കും. പ്രൈസ് മണി ഉണ്ടോ? പ്രൈസ് മണി ഇപ്പൊ കഴിഞ്ഞ പൂട്ടിലുണ്ട്. പ്രൈസ് മണി അല്ല ഇതില്, പൈസ അല്ല ഇതില് പ്രാധാന്യം. പൈസ എല്ലാം ഉങ്ക് കാണിക്കല അതിന് പ്രാധാന്യം. അത് ആരടുത്താണ് ഏറ്റവും ടോപ്പ് കന്നുന്നില്ലാണ് പ്രശ്നം. അതാണ് ട്രോഫിക്കാണ് അവിടെ വാല്യൂ, പൈസക്ക് അല്ല വാല്യൂ. കാരണം വെച്ചാൽ ഒരു 15 ലക്ഷം റുപ്യേന്റെ കന്ന് അല്ലെങ്കിൽ 25 ലക്ഷം റുപ്യേന്റെ ഒരു ജോഡി കന്ന് കൊണ്ടുപോയി പൂട്ടണവനെ സംബന്ധിച്ച് അവിടുന്ന് 5000 10,000 കിട്ടിയിട്ട് വേണ്ട. ചിലപ്പോൾ ട്രോഫിന്റെ കൂടെ
ഒരു മുട്ടനാട് 1ാം ട്രോഫി കിട്ടുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഒരു മുതിരച്ചാക്ക്, അങ്ങനെയൊക്കെ അഡീഷണൽ അതേമാതിരിയൊക്കെ ഉണ്ടാവും. കോഴി, മൊയല് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഏറ്റവും കൂടുതൽ ട്രോഫികളാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഏറ്റവും ഏത് ഗെയിം നടന്നാലും അതിലൊക്കെ കൊടുക്കുന്ന ഏറ്റവും വലിയ ട്രോഫി പോത്തൂട്ടിലും കാളകൂട്ടിലായിരിക്കും. 15 അടി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റായി. അതെ, ഞാൻ ഇപ്പം അടുത്ത് ഒരു ട്രോഫി നോക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ ഇതേമാതിരി വലിയ ട്രോഫികൾ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു, ഇതിപ്പോ എന്തിനാ ഇപ്പൊ ഇവിടെ കൊടുക്കണ്ടാവുക എന്നുള്ളത്. കാരണം അത്രയും വലിയ ട്രോഫികൾ എന്തിനാ അവിടെ. അതെ, ഇപ്പളാ മനസ്സിലാവണം, നിങ്ങൾ പറയുമ്പോഴാ മനസ്സിലാവും. ഇവിടെ ഞാൻ ഇപ്പൊ ഒരു തോത്ത് പറഞ്ഞു കേട്ടോ, ഏതറിയോ, KV അയിലക്കാട് പറഞ്ഞ ആളെന്നെ തോന്നുന്നു. KV ആക്കാന്റെ തോത്താണ് ഇവിടെ ഏറ്റവും വലിയ തോത്ത്. വീട് നമ്മളൊരു പാലസിന്റെ വീടുണ്ടല്ലോ, അതേ സെറ്റപ്പിലാണ് തോത്ത്. ഓരോ കാളക്കന്നരാ പോത്തുങ്കന്ന് ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പല്ല. ഓരോ അറയാണ് ഓരോ കന്നിന് നിൽക്കാനല്ലേ, അറ മാതിരി നമ്മളെ നല്ല ഉയിഞ്ഞെടുത്ത തേക്കിന്റെ തടികളുണ്ടല്ലോ, അത് വെച്ചിട്ട് അറ വെച്ചിട്ട് സാധനം ഏറ്റൊക്കെ നല്ല മാറ്റിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ആർട്ടിസ്റ്റിക് ആയിട്ടൊരു ഇതും ഒരു എന്താണ് കാളകൂട്ടിന്റെ ഇതുമായിട്ട് ഫാമിങ്ങും ഇതൊക്കെ ആയിട്ട് ആണല്ലോ ശരിക്കും. 15 കൊല്ലം എയർലൈനല്ലേ. അപ്പൊ ഈ എയർലൈൻ ഞാൻ എല്ലാരും പോയി ഞാൻ തെണ്ടി പുട്ടുവാളെടുത്ത് തേയില പോയിക്കാന്നാ. പക്ഷെ എനിക്ക് പുറത്തുനിന്ന് എവിടെയും വർക്ക് കിട്ടുമ്പോൾ ചെറിയ വർക്കൊക്കെ പോയി ചെയ്യും. പക്ഷെ ഈ ബാക്കിയുള്ള സമയം തന്നെയായിരുന്നു ഫുൾ ടൈം എൻഗേജ്ഡ്. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ കണ്ണ് തള്ളി നടക്കാം. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതായത് എപ്പിസോഡ് നടക്കുന്നുണ്ട്, അഡീഷണൽ ഇന്റർവ്യൂസ് വരുന്നുണ്ട്. അഡീഷണൽ ഇപ്പോൾ നമ്മൾ റംസാൻ എന്താണ് റഹ്മാൻ ട്രാവൽസിന്റെ ആഡ് വന്നിരുന്നു, പ്രൊമോഷൻ വർക്ക്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഞാൻ നല്ല ടൈറ്റ് ആയിക്കണം. ടൈറ്റ് പറഞ്ഞാൽ എനിക്ക് സമയമില്ലാത്തൊരവസ്ഥ വന്നിരിക്കണേ. അപ്പോൾ പക്ഷെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ 3 പോത്തുണ്ട് കേട്ടോ. ഈ ഇന്റർവ്യൂവിൽ ഇരിക്കണമെങ്കിൽ 3 എണ്ണം എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ അഡീഷണൽ വൈക്കോല് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ വൈക്കോല് ഞങ്ങൾക്ക് പുല്ലരിയാൻ സമയം കിട്ടില്ല, വൈക്കോല് ഇട്ട് കൊടുക്കും. പിന്നെ ഏറ്റവും വലിയ ബെസ്റ്റ് ഇല്ല, അങ്ങനെ പുല്ലെന്ന് പറയണത് ശരിക്കും പാലില് വൈക്കൊക്കെ കൊടുക്കാൻ ബെസ്റ്റാണ്. കാളുട്ടുന്നവർക്ക് വൈക്കോലും മുതിരും തന്നെ. പിന്നെ വൈക്കോലും മുതിരയാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. പിന്നെ പുല്ല് കൊടുക്കും. പുല്ല് കുറച്ചൊക്കെ കനം കൂടാനും ഇതിനൊക്കെ കൊടുക്കും. പുല്ല് പൊതുവെ വലിയ വലിയ മുതലാളിമാരൊന്നും കൊടുക്കൂല. നിങ്ങളെന്നാലും ഏറ്റവും ഇതായിട്ടുള്ള ജയേതാ നിങ്ങളെ കന്ന് കപ്പടിച്ചതുണ്ട്? ഞാൻ കപ്പെടുത്തിട്ടില്ല. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ട്രെയിൻ ചെയ്ത് കൊടുക്കല. അതാണ് അവിടെ കത്തുമ്മക്ക് ലെവല് കണ്ട അപ്പ വിൽക്കും ഞാൻ. കാരണം വെച്ചാൽ ഞാൻ കപ്പെടുക്കും തോന്നി കഴിഞ്ഞാല് അപ്പുറത്തുള്ള ബർമാണിമാർക്ക് ക്ഷീണല്ലേ, ഓലെ തോൽപ്പിച്ചൂലേ. അപ്പോൾ ഞാൻ എന്റെ കന്നിനെ പറഞ്ഞു വിലക്കെടുക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ 5000-നോ 10000-നോ അല്ലെ 25,000-നോ വാങ്ങിയ സാധനം 80, 1, 1.5, 2 പറഞ്ഞാൽ ഞാൻ കൊടുക്കും. മനസ്സിലായോ? ഏത് സ്പ്രിങ്ങും ബോളും കാണുമ്പോൾ എടുത്തു ചാടുന്നൊരു പോത്തുണ്ടായിരുന്നു. ആ പോത്തിന്റെ പേരെന്നെ ശുക്കൂർ മട്ടാന്നതിനു. ഓരോ കന്നാക്ക് ഓരോ പേരുണ്ടാവും. അപ്പൊ ആ കന്നിന് ശുക്കൂർ മട്ടാന്നതിന് പേര്. ആ കന്ന് ഇന്ത്യ അടുത്ത് പോയിട്ട് 4-5 കപ്പൊക്കെ എടുത്ത് 5-6 കപ്പൊക്കെ എടുത്ത്. അപ്പൊ നിങ്ങളെ എന്താണ് പഠിപ്പിച്ചു വിടുന്ന ആൾക്കാർ? ഞാൻ ട്രെയിനറാണ് ശരിക്കും. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആരാന്ന് വെച്ചാൽ ട്രെയിനറാ. പക്ഷെ ആ ട്രെയിനിങ് കൊടുത്ത് സെറ്റാക്കി എടുക്കണ ആ കന്നുകളെ തോൽപ്പിക്കാൻ പറ്റിയ അതിലുണ്ട് കുഴിവെട്ടും പാരവെപ്പും കാൽവെട്ടൊക്കെ അതൊക്കെ ഉണ്ടാവും. പവർ ഗെയിം അല്ലേ? പിന്നെ ഫുൾ പവർ ഗെയിമാ. അവിടെ കളിച്ചോന് മീഡിയ ഫീൽഡ് ഒന്നുമല്ല. ഞാൻ രണ്ടിടത്തും കളിച്ചോണ്ടാ പറയണത്. അവിടെ കുഴിവെട്ടും കാൽവെട്ടും പഠിച്ചോന് ഈ ഫീൽഡിൽ ഒന്നുമല്ല. കാരണം അവിടെ പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. മരത്തുമ്പോ നിക്കണോ വിചാരിച്ചണോ കപ്പ് കിട്ടണോ കിട്ടണ്ടെന്നില്ലേ. അപ്പൊ മണ്ഡലാരം ഒരാള് ഇറങ്ങി 1 സെക്കൻഡ് ഇറങ്ങി വണ്ടി നമുക്ക് അറിയുന്നില്ല, പൊന്ത കളയാൻ ഓനെ കൊണ്ട് വെച്ചു കന്ന് ഫോളാഴ്ച. ശരിക്കും ആ ബാക്കിൽ നിൽക്കുന്ന ചങ്ങായി ഭയങ്കര ക്രൂഷ്യൽ അല്ലേ. ഓലൊക്കെ പണി എന്ത് എടുത്തുന്നില്ലേ നമ്മക്ക് ഇവിടെ തിരിച്ചത്. അപ്പൊ അത് ആ പണി പഠിച്ചാൽ തന്നെ കുറെ കാലം പിടിച്ചു. ഓ എങ്ങനെ കുഴി വെട്ടും, ഓ എങ്ങനെ കാല് വെട്ടുന്നില്ല, നമുക്ക് ഇവിടെ നിന്ന് ഇരുന്ന് കരക്കിരുന്ന് നോക്കിയാൽ കിട്ടും. അപ്പോൾ ഓ എങ്ങനെ ഒരു പോക്കിൽ നമ്മൾ ഫുട്ബോൾ അടിക്കണ മാതിരി വെള്ളം അടിയുണ്ട്. ഓടിനോട്ടത്തിൽ വെള്ളം അടിച്ചുകൊണ്ട് സ്പ്രിങ്ങും ബോളും കളയണ പരിപാടി. കന്നും മരം കൊണ്ട് വരുമ്പോൾ വെള്ളം ബും എന്നണ്ട വരിക. ഈ വെള്ളത്തിന്റെ അടുത്ത് കൂടി ഓടുമ്പോൾ പിന്നെ കാലുമെന്ന് വെള്ളം കൊണ്ട് സ്പ്രിങ്ങിന് അടിച്ചു. അപ്പൊ ബോള് തെറിച്ചു. കന്ന് ഫൗള് ബോള് ചാടിയ കന്ന് ഫൗള്. എന്ത് തട്ടിയൊന്നും ഇല്ലല്ലോ പ്രശ്നം. അങ്ങനത്തെ പണിക്കാരും ഉണ്ട്.
പിന്നെ ഈ ഓടി വരുന്ന കന്നിന് ഒരു സെക്കൻഡ് മുന്നിൽ ഒന്നിന് പേടിപ്പിച്ചാൽ അവർ ചാടി കഴിഞ്ഞാൽ കന്ന് ബേജാർ ഒരു സ്റ്റെപ്പ് എടുത്തിനിടും. ആ സ്റ്റെപ്പിനും കന്ന് ഫോളോ ആവും. അങ്ങനെ ടൈം പല ഗെയിമും ഉണ്ടായില്ലേ. പണിക്കാരെന്ന് പറഞ്ഞാല് പുതിയ ഒരാള് അവിടെ വരികയാണെങ്കിൽ ചിലപ്പോ ആകെ അഡ്ഡപടലും പണിയിട്ടില്ലേ. പിന്നെ പുതിയ ആളൊക്കെ വന്നു കഴിഞ്ഞാല് പണി പഠിച്ചു കുറച്ച് കാലം കഴിച്ചു. എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ 3-4 ടീമിനെ ഇറക്കിയാണ്. അവരൊക്കെ കപ്പടിപ്പിച്ചു. ഒക്കെ നല്ല ടീമാണ്, സാമ്പത്തികമുള്ള ടീമുകളാണ്. അവരൊക്കെ വന്നിട്ട് കപ്പടിച്ചിട്ട് പോകുന്നത്. കാരണം വെച്ചാൽ അവരുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു ഫസ്റ്റൊക്കെ. പിന്നെ ഒരു പണി പഠിച്ചു. പിന്നെ നമ്മളെക്കാട്ടിലും നല്ല പണിക്കാരാ പോലെ കന്നു. അതായത് മുതലാളിക്കും കന്നിനെ കുറിച്ച് അറിയണം. എൻ്റെ പോത്ത് ഏതിൽ വരും എങ്ങനെ വരും എന്നുള്ളത് പണിക്കാരനോട് പറഞ്ഞു കൊടുക്കണം. ആ പോത്തിന് വാലുമ കഴിച്ചാൽ മതി, ആ പോത്തിന് ഇന്ന മൂലയിൽ ഇന്ന ഭാഗത്ത് ഒരു അടി അടിച്ചണം എന്ന് പറയും. ആ ഒരു അടിക്ക് ആ പോത്തിന് മറിഞ്ഞ് ടൈം ഇറങ്ങും. അപ്പൊ എത്രത്തോളം അറിയാ പോത്തിന് എത്രത്തോളം അറിയാന്നുള്ളതാണ്. ആ പോത്തിന് നമ്മളെ കുട്ടികളെ അറിയണം. നമ്മളൊരു മകൻ എന്തൊക്കെ ചെയ്യുന്നു നമുക്കറിയില്ലേ. എന്നാലും ആ മകൻ്റെ അടുത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നുണ്ടാവും. പക്ഷെ ആ മകനെക്കാട്ടിൽ നമുക്ക് ഈ പോത്തിനറിയാം. ചില പോത്തുകള് നമ്മളെ കണ്ടാല് നമ്മളെ മണം കേട്ടാൽ അകറി പൊളിച്ചു. അകറിയിട്ട് ദുൽമാവും. നമ്മളെ വണ്ടിന്റെ സൗണ്ട് എത്ര വണ്ടി പെരേക്ക് വന്നാലും എൻ്റെ അടുത്തൊരു ഓട്ടോറിക്ഷ ഉണ്ട്. ഞാൻ എൻ്റെ ഓട്ടോറിക്ഷ കൊണ്ട് കയറി വരുമ്പോൾ എൻ്റെ വണ്ടിന്റെ സൗണ്ട് വേറെ അറിയൻ്റെ പോത്തിന്. തോത്തുനിന്ന് നീച്ചുള്ള ആകറും. കാരണം വെച്ചാൽ വേറെ ഓട്ടോറിക്ഷകൾ അതിൽ പോകുന്നുണ്ടാവും. പക്ഷെ ഒക്കെ ഓട്ടോറിക്ഷയാണ്. പക്ഷെ പോത്തിന് നമ്മളെ സൗണ്ട് വേറെ അറിയും. അതായത് ഞാൻ ഇങ്ങനെ വീട്ടിൽ കയറി സിറ്റ് ഔട്ടിൽ കയറിനോട് തന്നെ നേരെ പുറത്തെ തോത്ത്. ഞാൻ ഈ കയറിനോട് തന്നെ ആദ്യം തോത്തിക്ക് നോക്കിയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് നോക്കുക. ഇറങ്ങി പോരുമ്പോഴും സിറ്റ് ഔട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ തോത്തിക്ക് നോക്കിയിട്ടാണ് പോരുക. അപ്പോൾ ആ പോത്തുകളോടുള്ളൊരു കമ്മിറ്റ്മെന്റ് നമുക്ക് വേറെയാണ്. അത് 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 എന്താ ചെയ്യാ അറിയോ, അത് ചില ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് അവർക്ക് ചാണകം മണമായിരിക്കാം, പിന്നെ പോത്ത് ഓനൊരു പോത്ത് ഇതല്ലേ പറയുള്ളൂ. അതല്ലല്ലോ നമുക്ക് ആവശ്യം. നമുക്ക് നമ്മളെ ലൈഫിൽ എന്താണോ ചോദിച്ചു. പിന്നെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ സാധനം എത്തിച്ചാൽ മതി. ഈ പോത്തിന് കൊടുക്കാനുള്ള സാധനം എത്തിച്ചാൽ മതി. കോഴി ഒക്കെ കൊടുക്കുക, തൊള്ളി പിടിച്ച് കൊടുക്കുന്ന പണിയൊക്കെ ഞാൻ എടുക്കണം, അല്ലെങ്കിൽ നടക്കൂല. ബാക്കിയുള്ള എല്ലാ പരിപാടിയും വൈഫ് ചെയ്യും. വൈഫ് ഭയങ്കര സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ടാ. അവളില്ലേ നമ്മളെ പവറില്ലല്ലോ. ശരിക്കും എന്താണ് ഇപ്പൊ നിങ്ങളെ എന്താണ് ഇപ്പൊ പുതിയ വെബ് സീരീസിന്റെ സ്ക്രിപ്റ്റ് ആൻഡ് സ്റ്റോറി ഡയറക്ഷൻ ആളാ. അത് ഈ സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സംബന്ധിച്ച് സാഹചര്യങ്ങൾ വില്ലന്മാരാകുമ്പോൾ നമ്മളവിടെ പുതിയ വില്ലത്തരം കാണിക്കും. കുറച്ചൊക്കെ ഐഡിയയും കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. അപ്പോൾ ഒരു ഡയറക്ടർ നാളെ ചെയ്യേണ്ട സമയത്ത് പിറ്റേന്ന് അവള് മാറ്റിയപ്പോൾ അവന് വരാൻ പറ്റില്ലാന്നപ്പോൾ ഇവിടെ ഇറക്കി ചെയ്തു പറഞ്ഞു. എങ്ങനെയാണ് ആള് ഷെജീറൂട്ടൊക്കെ പറയാലോ, ആള് ലെവലാ. ആളാ വെബ് സീരീസ് കാണുമ്പോൾ മനസ്സിലാവാം ആൾക്ക് പണി അറിയാന്ന് പറഞ്ഞാൽ നമ്മളെ ചില എപ്പിസോഡിലൊക്കെ ചെറിയ പാളിച്ചകൾ എന്ന് പറഞ്ഞാൽ അവരെ ഭാഗത്തു നിന്നല്ല, എൻ്റെ ഭാഗത്തു നിന്ന്, അതായത് പ്രൊഡ്യൂസിങ് കമ്പനിൻ്റെ ഭാഗത്തു നിന്നുള്ള പാളിച്ചകളാണ്. ഇപ്പോൾ ഇവിടെ ഗ്ലാസ് വേണം, പൊട്ടണ ഗ്ലാസ് വേണമെന്ന് പറഞ്ഞാൽ ഞാനവിടെ കുപ്പി ഗ്ലാസ് തന്നെ വെച്ചു കൊടുക്കണ്ടേ. ഞാൻ ഫണ്ടില്ല, അത് വെക്കാൻ പറ്റില്ല അറിയും. ഇപ്പോൾ 2 ദിവസം ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റില്ല, ഇന്ന് തോടുകൂടി തീർക്കണം, നൈറ്റും ഡേ എടുത്തു അറിയും. അത് ഭയങ്കരമായിട്ട് ടൈറ്റ് ഷെഡ്യൂളാണ് കൊടുക്കുക. ഒരിക്കലും ലാവിഷായിട്ട് ഷൂട്ട് ചെയ്യാൻ കൊടുക്കൂല. എന്നുവെച്ചാൽ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇത്ര ആർട്ടിസ്റ്റ് വരണം, അത്രയും ക്യാമറ യൂണിറ്റ് 2 ദിവസത്തിന് വേണം, ബാക്കിയുള്ള ഫുഡ് അറേഞ്ച്മെന്റ് ട്രാവലിംഗ് എല്ലാം കൂടില്ല, ഡബിൾ ആവൂലേ. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരം 4 മണിക്ക് തുടങ്ങി പുലർച്ചെ 3 മണിക്കാണ് ഷൂട്ട് ചെയ്ത് തീർത്ത്. അതിലൊരു ബ്രേക്ക് വന്നതാണ്. ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരാൾക്ക് സുഖമില്ലാതായപ്പോൾ പെട്ടെന്ന് അയാളൊന്ന് പിന്നെ ചെസ്റ്റ് വേദന എന്തോ വന്നപ്പോൾ ഒന്ന് റിക്കവർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം സമയം ഞങ്ങൾക്ക് പോയി എന്നല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് സമയം പോയിട്ടില്ല. ഫുഡൊക്കെ 10 മിനിറ്റ് കൊണ്ട് കഴിച്ചു കൊള്ളാം. ഷൂട്ട് എന്ന് വെച്ചാൽ പിന്നെ അവിടെ യാതൊരു കോംപ്രമൈസും ഇല്ല. അതായത് വൈഫാ നോക്കൂല, വൈഫ് ഞാൻ മാപ്പിളയൊന്നും നോക്കൂല, ഭർത്താവാന്നല്ല കോംപ്രമൈസൊന്നും നോക്കണല്ലോ, വന്ന് ചീന്നറിയും. അത് റീടേക്ക് പൊയ്ക്കോളി അറിയും. വേറെ വർത്താനല്ല, പണി അവിടെ പണി തന്നെക്കാരം. അത് പിന്നെ നമുക്ക് കൈക്കൊത്തൊരു ക്യാമറാമാനും ഉണ്ട്. എന്നാ പരിപാടിയാ പറഞ്ഞാലേ അവൻ റെഡിയാ. മനു ആ ഷോട്ട് എടുക്കണേ, പിന്നെ നടുപ്പാടത്ത് ഇറങ്ങണല്ലോ, അതിനെന്താ അനാസ്ക പാൻറ്റാണ് ഊരും, അടിയിലൊരു ബെർമോഡ് ഉണ്ടാവും, അതിന് നേരെ ഇറങ്ങിയ ആൾ ക്യാമറയും വെച്ച് ഫ്രെയിം റെഡി അറിയും. സെറ്റ് പരിപാടി പ്ലാനിങ് ആണ്. അതുകൊണ്ടാണ് അത്രയും സ്പീഡിൽ കഴിയണത്. നമ്മൾ ഓരോ എപ്പിസോഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഒക്കെ അധികം എല്ലാ എപ്പിസോഡും ഒറ്റ ദിവസം കൊണ്ട് എടുത്താ, 2ാമത്തെ ദിവസം ഷൂട്ട് ചെയ്ത ഒരു എപ്പിസോഡും ഇല്ല. ഒരു ദിവസം കൊണ്ട് തന്നെ ഒക്കെ ഒരൊറ്റ പകല് അല്ലെങ്കിൽ ഒരു രാത്രി ഇതുകൊണ്ട് തീർക്കുന്ന എപ്പിസോഡാണ്. 2 ദിവസം പ്ലാൻ ചെയ്യും. ആർട്ടിസ്റ്റിനോടൊക്കെ 2 ദിവസം പറയും. അതെന്താ വെച്ചാൽ എന്തെങ്കിലും കേസിൽ ഇനി സമയം എടുക്കേണ്ടി വന്നാൽ
2 ദിവസം പറയും. ശരിക്കും ഈ നെഗറ്റീവായിട്ടുള്ള ഇങ്ങനത്തെ റിവ്യൂസ് ഇതൊക്കെ വരുമ്പോഴേ ഇപ്പോൾ പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. നിങ്ങളെങ്ങനെയത് ഹാൻഡിൽ ചെയ്ത് എങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് എന്നുള്ള ചോദ്യമില്ലേ? നെഗറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആൾക്കാർ റിവ്യൂ ചെയ്യുമ്പോഴേ എങ്ങനെയാണ് അതിനെ എടുക്കേണ്ടത്? വലിയൊരു ചോദ്യമാണത്. വലിയൊരു ചോദ്യം തന്നെയാണ്, പക്ഷെ സിമ്പിൾ മറുപടി. നിങ്ങളെ കുട്ടി കറുത്തിട്ടാണെങ്കിൽ നാട്ടുകാരത് ശരിയല്ല എന്ന് പറഞ്ഞാൽ, ആ കുട്ടി ചുരുക്കില്ല എന്ന് പറഞ്ഞാൽ, ആ കുട്ടി നിങ്ങളെ കുട്ടിയല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ DNA ചെയ്തിട്ട് ആ കുട്ടി നിങ്ങളതാണ് എങ്കിൽ പോലും നിങ്ങളെ കറുത്ത കുട്ടിയായത് ഒഴിവാക്കുമോ? നിങ്ങൾക്ക് ശരിയായതുകൊണ്ടല്ലേ നിങ്ങളെ കുട്ടീനെ നോക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് ഏതും ആവട്ടെ, അത് നിങ്ങളെ ക്രിയേറ്റിവിറ്റിയാണ്. അത് കമൻ്റ് ചെയ്യുന്നവൻ്റെ ക്രിയേറ്റിവിറ്റി അല്ല. അവന് പറ്റൂലെങ്കിൽ അവൻ്റെ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ അവൻ ചെയ്യണം. അതിനെ അവൻ അംഗീകരിക്കുന്ന രീതിയിൽ അവൻ ചെയ്തോട്ടെ. ഞാനാണോ അല്ലെങ്കിൽ നിങ്ങളാണോ? എനിക്ക് എന്നെ തന്നെ ഉദാഹരണം പറയാം. ഞാൻ ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി അത് എൻ്റേതായിരിക്കണം. മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നു, മറ്റവർ ഇങ്ങനെ ചെയ്യുന്നു, അത് അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. അവരും ഞാനും തമ്മിൽ അല്ലേ പിന്നെ എന്താ വ്യത്യാസം? ഞാൻ അവരെ ഉപ്പാക്കോ ഉമ്മാക്കോ അല്ലെങ്കിൽ ജനിച്ച ഒരാളല്ലല്ലോ. ഞാൻ വേറൊരു വാപ്പാക്കും മാനും ജനിച്ചു, വേറൊരു ജനറേഷനിൽ, വേറൊരു നാട്ടിൽ, വേറൊരു ഗ്രാമപ്രദേശത്തൊക്കെ ജനിച്ച് എനിക്ക് എൻ്റെ നാടിൻ്റെ കൾച്ചർ, എൻ്റെ നാടിൻ്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ആ ശൈലി ചെയ്യും. അവന് വേണമെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ അവന് സ്കിപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടല്ലോ, സ്കിപ്പ് ചെയ്ത് പോകണം. അത്രേ ഉള്ളൂ. സിമ്പിൾ. ശരിക്കും ആർട്ടും ഈ സ്പോർട്സും ഇതൊക്കെ ആയിട്ട് ഈ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഇപ്പോൾ ഈ പുതിയതായിട്ട് വരുന്ന എന്താണ് ഇവരോട്, അതായത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് ഇവരോടൊക്കെ കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ഉപദേശം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു നല്ല ഉപദേശം എന്ന് പറയാനുള്ളൊരു വളർച്ചയ്ക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ. പക്ഷെ എനിക്കൊരു അഭിപ്രായം പറയാം. എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എന്താണോ ശരി ആ ശരിയെ മുന്നോട്ട് നയിക്കുക. ഞാനിപ്പോൾ സത്യത്തിൽ റാപ്പ് സാധനം നമ്മളെ ഫീൽഡിൽ പെട്ടതാണെങ്കിൽ എൻ്റെ ഒരു മേഖല ഒന്നുമല്ല, പക്ഷേ ഞാനൊരു വരികളൊക്കെ ചെറുതായിട്ട് എഴുതിയിട്ട് ഷജീറിനെ ഏൽപ്പിച്ചുകൊണ്ട് 4-5 വരി. ആ ഷജീറിൻ്റെ സമയദോഷം കൊണ്ട് ഓൻ ചെയ്തിട്ടില്ല. വീണ്ടും നേരെ കയറ്റാനാവില്ല വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷേ ആ സാധനം അതിൽ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്താ വെച്ചാൽ, നിങ്ങൾ പിന്നെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ നാട്ടിലൊരു പ്രശ്നമില്ലാതെ നടന്ന ഒരു പൊട്ടനായി മാറും. അല്ലെങ്കിൽ വൈഫ് പറഞ്ഞ് മാത്രം കേട്ട് നടക്കണേ ഒരു പെങ്കൂസനായി മാറും. അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞ് കേൾക്കണേ ഉമ്മമോനായി മാറും. വാപ്പ പറഞ്ഞ് മാത്രം കേൾക്കുകയാണെങ്കിലോ ഒരു അടിമയായി മാറും. അപ്പോൾ ഇനി നാട്ടിനൊരു ദ്രോഹം ചെയ്യണില്ല, അവനാണ് ഇഷ്ടമുള്ളത് മാത്രം ചെയ്ത് ജീവിക്കുക കൂട്ടിക്കൂടി താന്തോന്നിയാവും. നാട്ടുകാർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പട്ടം ചാർത്തി തരും. അത് പ്രത്യേകിച്ച് ചാർത്തി തരിക നമ്മളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഫാമിലിയുടെ പേര് വെച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അംഗീകരിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ആൾക്കാരുണ്ടാവും നാട്ടിൽ, ഓലെങ്കിലും അത് നമുക്ക് ചാർത്തി തരും. യവന്മാർ ചാർത്തട്ടെ, നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയേ ഉള്ളൂ അതിൽ. അതാണ് അതിൻ്റെ ഒരു ഞാൻ കണ്ടെത്തിയ ഒരു മാർഗം. അപ്പോൾ അവനാണ് ശരിയെന്ന് തോന്നുന്നത്, നമ്മളെ മനസാക്ഷിക്ക് നിരക്കുന്ന, മറ്റുള്ളവർക്ക് ദ്രോഹമല്ലാത്ത, നാടിന് വിപത്തല്ലാത്ത എന്ത് ക്രിയേറ്റിവിറ്റി നമുക്ക് ചെയ്യാം. അത് എങ്ങനെ പോയാലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു പോയൊരു വിഷയം, അയാളെ പല്ല് കണ്ടാലറിയാം നിങ്ങളാരാണെന്ന്, താടി കണ്ടാലറിയാം, ഡ്രസ്സ് കണ്ടാലറിയാം, പർദ്ദ കണ്ടാലറിയാം, പൊട്ട് കണ്ടാലറിയാം, കമ്മൽ കണ്ടാലറിയാം, നഗരത്തിലെ ചൂട്ടക്സ് കണ്ടാലറിയാം, മൈലാഞ്ചി കണ്ടാലറിയാം. എല്ലാം കണ്ടാൽ എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ ഒന്നുമല്ല ഒന്നും. സത്യം. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ കൽവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നന്മ, അതാണ് അതിൻ്റെ ശരി. അതിന് നെഗറ്റീവോ പോസിറ്റീവോ അതിലാണ് അവനുള്ളത്. അത്ര ഞാൻ ചിന്തിക്കണുള്ളൂ. നമ്മൾ ചെയ്യുന്നത് ചെയ്തുകൊണ്ടേയിരിക്കും. ആർക്കും എന്തും പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ടല്ലോ. ഞാൻ ചില ആൾക്കാരോട് പറയലുണ്ട്, നിങ്ങൾക്ക് ഞാൻ 10 ലക്ഷം ചാൻസ് തരാം, ഞാനിപ്പോൾ എന്താ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും. കഴിയില്ല. അതാണ് അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി. അതിൻ്റെ ഒരു വിഷയം എങ്ങനെ വെച്ചാലേ, നമ്മളെ ഇന്ത്യൻ ഇതും കണക്ട് ചെയ്യിക്കറിയില്ല, എങ്കിലും കണക്റ്റ് ആവുന്നവർക്ക് മനസ്സിലാവും. നമ്മളെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പുസ്തകമാണ് ഒരു പുസ്തകം ഉണ്ടല്ലോ, നിയമത്തിൻ്റെ പുസ്തകങ്ങൾ. ആ പുസ്തകം തന്നെയാണ് എല്ലാ അഡ്വക്കേറ്റും പഠിക്കുന്നത്. പക്ഷേ അതിൽ നിരപരാധിയെ അപരാധിയാക്കാനും, അപരാധിയെ നിരപരാധിയാക്കാനും, വാദിയെ പ്രതിയാക്കാനും, പ്രതിയെ വാദിയാക്കാനും, കുറ്റം ചെയ്തവനെ രക്ഷിക്കാനും കുറ്റം ചെയ്യാത്തവനെ ശിക്ഷിക്കാനുമില്ല, എല്ലാം ആ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. അത് ഓരോ വക്കീൽമാരെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത്.
അപ്പോൾ അതുപോലെ ബുദ്ധിപരമായിട്ട് നീങ്ങിയാൽ മതി, പ്രശ്നം തീരും. ആ നിയമത്തെ കുറ്റം പറയല്ല, അതിലോരോ ലോ പോയിന്റുകൾ ഉണ്ടാവും. ആ പോയിന്റ് പിടിച്ചിട്ട് അവർ കയറും. നിങ്ങൾ എന്നെ കൊന്നു, പക്ഷെ സാക്ഷി വേണം, മൊഴി വേണം, പിന്നെ സാഹചര്യ തെളിവുകൾ വേണം, ഇതെല്ലാം വേണ്ടേ. ഇപ്പം എൻ്റെ നാട്ടിലിപ്പോൾ ഈ സമയത്ത് ഒരു കൊലപാതകം നടന്നിട്ട് എൻ്റെ പേരിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡിജിറ്റലി തെളിവ് എന്ന് പറയുന്ന രീതിക്ക് ഞാനിവിടെയാണ് ഈ ടൈമിൽ അല്ലേ. പക്ഷേ ഈ ഒരു തെളിവില്ലാത്തൊരു സാഹചര്യത്തിൽ, CC ക്യാമറകൾ ഇല്ലാത്തൊരു സമയത്ത്, മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു സമയത്ത് എൻ്റെ പേരിൽ ആ കുറ്റം ആരോപിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ അവിടെയാണോ ഇവിടെ നിന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഇന്ന് സാങ്കേതികപരമായിട്ട് കുറേ വളർച്ച വന്നപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടല്ലോ. എവിടെയാണ് വെയിൽ ട്രാവൽ ചെയ്തു, എവിടെ എൻ്റെ പിന്നെ ടവർ ലൊക്കേഷൻ, ഞാൻ ഇരിക്കുന്ന പൊസിഷൻ ഏതാ, എല്ലാം കണക്കൂട്ടാൻ പറ്റും. അപ്പോൾ കുറേ രക്ഷപ്പെടാനുള്ള സത്യസന്ധമായ മാർഗങ്ങളുണ്ട്. പക്ഷെ ഇതന്നെ വെച്ചിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കാം, നെഗറ്റീവ് ആക്കി മാറ്റാം. ആൾക്കാർ എപ്പോഴും എന്താ പറയുക, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ വട്ടനാന്ന് വിളിക്കും, ഭ്രാന്തനാന്ന് വിളിക്കും, നമ്മൾ വട്ടിലാണ്. നമുക്കെന്നെ സംശയം തോന്നുന്നു ചില സമയത്ത് നമ്മൾ വട്ടിലാണോ എന്ന്. ഇല്ല, അതൊക്കെ എൻ്റെ ഒരു ഭാഗമായിട്ടാണ് തോന്നുന്നത്. ഒരിക്കലും ഇല്ല. നിങ്ങൾ ആ അഭിപ്രായത്തോട് ഞാൻ ശക്തമായി എതിർക്കണം. എന്താ വെച്ചാൽ ഒറിജിനൽ വട്ടില്ലവനെ വട്ടായിട്ട് വിളിക്കാം, അല്ലാത്തൊരു തന്നെ വട്ടാന്ന് വിളിക്കുന്നത് വിളിക്കണോൻ വട്ടനായിട്ടാ. അതിൻ്റെ കാരണം എന്താ അറിയോ, ഇവൻ്റെ വളർച്ചയിൽ അല്ലെങ്കിൽ ഇവൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഈ പറയുന്ന ആൾക്ക് അതിലേറെ ക്രൈസും ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ആ ലക്ഷ്യത്തിൽ എത്തിപ്പെടാനുള്ള പ്രേരണ, അതായത് അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് അതവൻ ചെയ്യുന്നില്ല. അവനെല്ലാം കൈക്കുമ്പിളിലേക്ക് എത്തണം. ഇന്ന് ഈ ചെയറിൽ ഞങ്ങളടുത്ത് ഇങ്ങനെ ഈ കാലം വെച്ചിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ, ഇന്നിവിടെ ഇരുത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു എന്നില്ല എനിക്കറിയാം ഇവിടെ എത്തിപ്പെടാൻ. ഇത് കാണുന്നവന് നെളിഞ്ഞിരുന്ന് കാലും കയറ്റിട്ടിരുന്ന് സംസാരിക്കാമെന്ന് പറയും. ഈ സംസാരിക്കാൻ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഏതൊക്കെ വഴിയിലൂടെ, ഏതൊക്കെ സാഹചര്യത്തിൽ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചു, മാനസിക പ്രയാസങ്ങളും സമ്മർദ്ദങ്ങളും സഹിച്ചിട്ടാണ് വന്നിരുന്നത് എന്നുള്ളത് പോലും മനസ്സിലാക്കില്ല. ഇതെല്ലാം എടുക്കാൻ തയ്യാറാവാത്തവന് പുറത്ത് നോക്കുമ്പോൾ വട്ടനാ. അതുകൊണ്ട് ഈഗോ ആണ്, പക്ക ഈഗോ ആണ് അവൻ പറയണത്. പണിയെടുക്ക്, ഓൻ പണിയെടുത്താൽ ഓനിൽ അവസരം തേടി വരും. പണിയെടുക്കാതെ ഒരു വാപ്പാക്കോ ആരും കൊടുത്തു കൊടുക്കൂല. കല്ലും മുള്ളും ഇതൊക്കെ നിറഞ്ഞിട്ടുള്ള വഴി തന്നെയാണല്ലേ ഈ ഫെയിം. 100% എന്നൊക്കെ പറയുന്ന. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ചാൻസ് വെച്ച് ചെല്ലുമ്പോൾ അഭിനയിച്ചാണ് ഈ മോന്തി വെച്ച് എൻ്റെ തലയിൽ മൂടില്ലല്ലോ, എൻ്റെ പല്ല്, എൻ്റെ ചിറി, എൻ്റെ കജുങ്കാല്, ഇതിങ്ങനെ പറയും. ഇൻസൾട്ടിങ് ആണ് ഏറ്റവും വലിയ ആയുധം. ഒരു മനുഷ്യനെ തകർക്കാൻ പറ്റുന്ന ഇൻസൾട്ടിങ്ങാ. ഇൻസൾട്ട് ചെയ്ത് അതൊരു വിഷയമല്ല ആവും. അതായത് പിന്നെ ഒന്നും നമുക്ക് പ്രശ്നമല്ല. ഒരു മനുഷ്യന് കിട്ടാവുന്ന പരമാവധി അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വേദനിക്കൂല. നിങ്ങൾക്ക് ഒരു അടി കിട്ടി ഞങ്ങൾക്ക് വേദനിക്കും. ഒരു 10,000 അടി അടിച്ചു കൊടുത്ത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരിച്ചു പോകും. തരിച്ചു പോയി പിന്നെ മരവിച്ചു, പിന്നെ അടി പ്രശ്നമല്ല, പിന്നെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം മാത്രമേ ചിന്തിക്കുള്ളൂ. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒന്നിലും അങ്ങനെ തളർത്താൻ പറ്റൂല. ഞാനിപ്പോൾ അടുത്ത ഒരു കാലഘട്ടങ്ങളിൽ കരഞ്ഞതെന്ന് പറയുന്നത്, എൻ്റെ ഉമ്മ മരിച്ചപ്പോൾ ഒരു 11 വർഷത്തോളമായി. അന്ന് കരഞ്ഞതിന് ശേഷം എൻ്റെ വാപ്പ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 3 കൊല്ലം ബാക്കിലാണ്. അന്ന് കരഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ പെങ്ങൾ മരിച്ചപ്പോൾ ഒരു മാസമാവുന്നുള്ളൂ, അന്നാണ് ഞാൻ കരഞ്ഞിട്ടുള്ളത്. ഈ 3 തവണകളിലാണ് ഈ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ കരഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഇൻസിഡൻറ്റുകളും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ഇരിക്കരുത്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യുമെന്നാണ് ചിന്തിക്കേണ്ടത്. നമുക്കൊരു നെഗറ്റീവ് കമൻ്റ് ആണല്ലോ ഈ വിഷയമൊക്കെ നമ്മൾ സംസാരിക്കാനാണ്. ഒരു നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ ആ കമൻറ്റിനെ എങ്ങനെ നമ്മൾ പ്രതിരോധിക്കും? ഞാൻ ചില കമൻറ്റുകൾക്ക് ആ ലൈറ്റ് ശരിയാക്കിയ ചില കമൻറ്റുകളെ അതിൻ്റെ ബാക്കിൽ കുത്തിയാൽ നെഗറ്റീവ് ചില നെഗറ്റീവ് കമൻറ്റുകൾ വരുമ്പോൾ നമ്മൾ അതിനെ ശക്തമായിട്ട് പ്രതികരിക്കാൻ പഠിക്കണം. ഞാൻ ഇന്ന കമൻറ്റിന് ഭയങ്കര ധൈര്യമാണ്. അതിന് ധൈര്യമില്ലെങ്കിൽ ഒരു പണി നടക്കൂല. അതിൽ എനിക്ക് മനസ്സിലാക്കും, ഭയങ്കര ധൈര്യം വേണം. അതായത് അത് വേണം, അതിൽ നിൽക്കണ്ടേ, എങ്ങനെ നിൽക്കണ്ടേ, ആ പറഞ്ഞോടായിട്ടുള്ള ആ നൃത്തം നിൽക്കണ്ടേ, അത് നിൽക്കണം, നിന്നേ പറ്റൂ, ഇല്ലെങ്കിൽ അവന് ജീവിക്കാൻ പറ്റില്ല. അതന്നെ ആയിരിക്കും അതിലെ ഹാർഡ് എന്ന് പറയുന്ന സാധനം അല്ലേ. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴേ നമ്മളെ കൂടെ 100 ആൾ നിൽക്കാണ്ടാവും. നമ്മളൊന്ന് വാടി കഴിഞ്ഞാൽ നമ്മളെ പുറകിൽ നിൽക്കാൻ ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും പേടിയായിരിക്കും. ഒരു ടീമിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പുറത്ത് നോക്കുമ്പോൾ. പക്ഷെ ആ ടീമിൻ്റെ ലീഡറായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര കോൺഫിഡൻറ്റ് വേണം, ഭയങ്കര ഒരുപാട് പ്രതിസന്ധികളും നേരിടാൻ കഴിയണം. പക്ഷെ അത് നിൽക്കണം, അത് നിന്നെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ടാവും. നാളെ ഞാൻ പ്രതീക്ഷിക്കൊണ്ട് ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിൽ പറഞ്ഞ പച്ചക്ക് ഇരുന്ന് പറയാണ്. ഈ പച്ചക്ക് പറച്ചിൽ തന്നെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ നാളെ ഒരു പക്ഷേ എൻ്റെ ലൈഫിൽ വരാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയെന്ന് പോലും ഞാൻ ചിന്തിക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കണം. നല്ല എയർ കെയറും നല്ല പണിയും ചിലപ്പോൾ കിട്ടും. ചിലപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഓഡിയൻസ് അംഗീകരിക്കും ചെയ്യും. അതായത് അറിയുന്നവനറിയാം. ഇപ്പോൾ ഒരു ഓഫീസിൽ മാനേജറായിട്ട് ഇത് പെട്ടെന്ന് ഒരു ക്യാച്ച് ചെയ്യാൻ പറ്റും. മാനേജറായിട്ട് നിൽക്കുമ്പോൾ അയാൾക്ക് മുകളിൽ നിന്നൊക്കെ സമ്മർദ്ദങ്ങളുണ്ടാവും. പക്ഷേ ആ സമ്മർദ്ദങ്ങളിൽ നിന്നിട്ട് അയാൾ കൂളായിട്ട് അയാളെ കൂടുതലുള്ള സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് അയാൾ നല്ലൊരു മാനേജറാന്ന് പറയാം. മേലെന്ന് പറയുന്ന എല്ലാ ഓർഡറുകളും കേൾക്കും വേണം, അതൊക്കെ കൂളായിട്ട് ഇവിടെ നടത്തും വേണം. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് വോളികൾ എന്നും ഉണ്ടാവും. യവന്മാർക്ക് വേറെ പണിയില്ല. അവരെ പണിയെടുക്കും. അവരെ പണി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അടിക്കല, ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യല. അത് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ലാസ്റ്റായിട്ട് എന്താണ് ഇന്ത്യയിലെ കേരളത്തിലെ യൂത്തിനോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം? യൂത്തിനോട് എന്താ വെച്ചാൽ അവനാണ് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം, അവനാണ് താല്പര്യമുള്ള മേഖല, അത് ഏതാണോ നല്ല കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരാൾക്ക് ബീവറേജ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. നേരെ മറിച്ച് അവന് ഫുട്ബോൾ കളിക്കാൻ താല്പര്യമാണെങ്കിൽ അവൻ അത് ചെയ്യണം. ഒരു എന്താ പറയുക, ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ എല്ലാവരും ഡോക്ടർമാരായി കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഉണ്ടാവില്ല. എല്ലാവരും പേഷ്യൻ്റായ ഡോക്ടർമാരും ഉണ്ടാവില്ല. അവനാണ് മൈൻഡിൽ എന്ത് തോന്നുന്നോ അതിന് മറ്റുള്ളവരെന്ത് പറഞ്ഞോട്ടെ, അതൊന്നും നമ്മളെ വിഷയമല്ല, അത് അവരെ വിഷയമാണ്. ഒരാളെങ്ങനെ നെഗറ്റീവ് അടിച്ച് തകർക്കുക എന്നുള്ളത് അത് അവർ ചെയ്യുന്നവൻ്റെ പ്രശ്നമാണ്. അത് ഓൻ്റെ ജോലി അതാണ്, അത് അവൻ ചെയ്യട്ടെ. എൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, എനിക്ക് മനസ്സിന് സന്തോഷം സമാധാനം എന്താണ് കിട്ടുന്നത് അത് ചെയ്യുക, അത് ചെയ്തുകൊണ്ടിരിക്കുക. അത് നെഗറ്റീവ് വോളികൾ ഉണ്ടാവില്ലേ, അവന്മാർ അവരെ പണിയെടുക്കട്ടെ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് കിട്ടേണ്ട പണി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക, ട്രോള് എന്ന സംവിധാനം വരുന്ന മുന്നേ നമുക്ക് കിട്ടിയ സാധനം. ഷുക്കൂർ സുന്ദരൻ ഒരു ഇന്റർവ്യൂ നടത്തി ഏറിപ്പോയതാ. അപ്പോൾ ഇന്നത് ഏറെ പോവുക അല്ലെങ്കിൽ ട്രോള് കിട്ടാൻ ഭയങ്കര മൈലേജ് കൂട്ടുന്ന സാധനം. അന്ന് ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാതാക്കുന്ന സാധനം. സത്യം. ആ രണ്ട് കാലഘട്ടവും ആ രണ്ട് സാഹചര്യം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അന്ന് കിട്ടിയിലേറെ വലുതൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ വരാനില്ല. ഇനിയിപ്പോൾ ഇതിലും വലിയൊരു എയർ വന്നാലും എന്നെ സംബന്ധിച്ച് ഒന്നും വരാനില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ലൈഫ് സെറ്റ് മീൻസ് പറഞ്ഞാൽ എനിക്ക് ജീവിക്കാനുള്ള ഒരു ബോഡി ആരോഗ്യമുണ്ട്. ഞാൻ എന്ത് പണിയെടുക്കാനും ഇപ്പോഴും തയ്യാറാണ്. സാമാന്യമായിട്ട് കൂലി കിട്ടുന്ന എന്ത് പണിയെടുക്കാനും ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിൽ നിന്നാണ് ഉന്മൂലനം ചെയ്താൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള തോല് നോക്കുമ്പോൾ പറ്റാതിരിക്കാൻ ഉള്ള പണി ഞാനും നോക്കും. എനിക്ക് നിൽക്കാൻ പറ്റുമെന്നില്ല ഞാൻ നോക്കും. അത് എൻ്റെ തിയറിയും എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ നെഗറ്റീവും എന്ത് വന്നാലും പ്രശ്നമില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ എനിക്ക് ഫാമിലിയായി. പണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആ നെഗറ്റീവും ആ ഒരു കുറേ കാര്യങ്ങളിൽ അനുഭവിച്ചാണ്. ഒരു പെണ്ണ് കിട്ടുക ഒരു മനുഷ്യൻ്റെ, ഞാൻ ഇസ്ലാമികപരമായിട്ട് ചിന്തിക്കുന്നത് കുറച്ച് നല്ല ചിന്തിക്കുന്ന ആളാണ്. ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ട് ഇസ്ലാം ആവുന്നത് വിവാഹം കഴിക്കുന്നതോട് കൂടിയാണ്. ഈ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് വേണം. ഒരു പെണ്ണ് കെട്ടാൻ കിട്ടാത്തൊരവസ്ഥയിൽ കൂടി കടന്നു വന്ന എനിക്ക് ഇനിയൊരു പെണ്ണ് കെട്ടേണ്ട അവസ്ഥയല്ല. ഓൾറെഡി എനിക്ക് പെണ്ണുങ്ങളും 2 കുട്ടികളുമായി. പിന്നെ എൻ്റെ ഭൂമിയിലുണ്ടായിരുന്ന എൻ്റെ വാപ്പിയമ്മയാണ്. അവരോട് എനിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല, അവർ മരിച്ചുപോയി. പിന്നെ എൻ്റെ കൂടപ്പുറപ്പ് പെങ്ങളേനും ഓളും മരിച്ചുപോയി. പിന്നെ ബാക്കിൻ്റെ ജ്യേഷ്ഠന്മാരാണ്, പിന്നെ എളാപ്പാൻ്റെ മൂത്താപ്പാൻ്റെ മക്കളാണ്. ഇവർക്കൊക്കെ ഞാൻ എന്താന്നില്ലേ ജന്മം മുതലേ അവരെന്നെ കാണുന്നതാ. അവർക്ക് ഞാൻ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്താണെന്നും എവിടെ പോയാൽ എങ്ങനെ നിൽക്കുന്നു, ആരോട് എങ്ങനെ പെരുമാറുന്നു, ഇങ്ങോട്ട് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് കൊടുക്കും. അതെന്താണെങ്കിലും സ്നേഹമാണെങ്കിൽ സ്നേഹം, വേറെല്ലാണ് വേറെ. അപ്പോൾ അവർക്ക് എന്നെ കുറിച്ചറിയാം. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ നിന്ന് പോകും. അതുകൊണ്ട് എനിക്ക് ഇനി അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ വർക്ക് ചെയ്യും, ചെയ്യേണ്ട കോലത്തിൽ തന്നെ സാധനം ചെയ്യും. ആയ്മ വരും. ഓക്കെ ഷാനവാസ് ഭായ്, ഇനി വേണ്ട, കഴിഞ്ഞു, വൈൻഡപ്പാണ് പറയും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഷാനവാസ് ഭായ്, എന്തായാലും സാധനം വരട്ടെ. നിങ്ങളെ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ സൊസൈറ്റിക്ക് പണ്ട് ഞങ്ങൾ പാടി നടന്നാണ്. ഷുക്കൂർ സുന്ദരനായ പാട്ട് ഞങ്ങൾ പാടി, അതിൻ്റെ എല്ലാ വരികളും ഓർമ്മയുള്ള ആളായിരുന്നു ഞാൻ. അതേപോലെ വരട്ടെ ഇനിയും. എന്താ പറയുക, നിങ്ങളെ പുതിയ സംരംഭങ്ങളെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.
പിന്നെ എല്ലാം ഓണാവും. പിന്നെ അതെ ഇനിയും വരി കുറച്ച് നമ്മള് എല്ലാരെ പോലെ ഒരു സിനിമ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ സമയം അതെ അത് അത്രേ ഉള്ളൂ അത്. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഇനി നമ്മൾ കാണും, ഇനിയും അടുത്ത ഒരു പോഡ്കാസ്റ്റിന് കാണാം. ഓക്കെ, ദാറ്റ്സ് എ റാപ്പ്.